മാക്കൂട്ടത്തിനെതിരായി മൂന്നാമത്തെ വെളിപ്പെടുത്തലാണ്, അതിനടിസ്ഥാനപ്പെടുത്തിയുള്ള കേസുമാണ് വരുന്നത്. വളരെയേറെ ഗൗരവതരമായ രീതിയിലാണ് മൂന്നാമത്തെ കേസ് വരുമ്പോഴേക്കുള്ള ചിത്രീകരണം. അപ്പോൾ അതിൽ ആദ്യത്തെ പോലെ തന്നെ ഗർഭചിത്രം ഉൾപ്പെടെയുള്ള കാര്യങ്ങളെ സംബന്ധിച്ചാണ് വലിയ രീതിയിലുള്ള പീഡനത്തെ പറ്റിയാണ്, പീഡനം ഉൾപ്പെടെയാണ് പറഞ്ഞിട്ടുള്ളത്. ജീർണമായ കാര്യം ഞാൻ ആദ്യം മുതലേ പറഞ്ഞത് അതാണ്. യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന പ്രസിഡന്റ് ആവാൻ, MLA ആവാൻ കോൺഗ്രസിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട മെറിറ്റ് ഇതൊക്കെയാണെന്നാണ് ജനം മനസ്സിലാക്കേണ്ടത്. അപ്പോൾ ആവശ്യമായ നിലപാട് അദ്ദേഹം തന്നെ സ്വീകരിക്കട്ടെ. ഇനിയിപ്പം കോൺഗ്രസ് സ്വീകരിക്കട്ടെ എന്ന് പറയുന്നത് വലിയ കാര്യമില്ല. കാരണം കോൺഗ്രസ് പുറത്താക്കി, ഇനിയൊന്നും ഞങ്ങൾക്ക് പറയാനില്ല. അത് പറയാൻ വേണ്ടി മാത്രമേ പറയൂ. പുറത്താക്കിയത് എപ്പോഴാണെന്ന് മനസ്സിലാവണം. ഇതെല്ലാം നടന്ന കാലത്തെ യൂത്ത് കോൺഗ്രസിൻ്റെയും അതുപോലെ തന്നെ MLA ഇതിലൊക്കെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഇതൊക്കെ നടന്നത്. ഇതൊക്കെ യഥാർത്ഥത്തിൽ കേരളത്തിലെ കോൺഗ്രസിൻ്റെ ജീർണമായ മുഖത്തിൻ്റെ അന്നത്തെ ഓരോ തരത്തിലുള്ള ഉദാഹരണങ്ങളായിട്ടാണ്, അടയാളപ്പെടുത്തലായിട്ടാണ് കാണേണ്ടത്. അത് ഞങ്ങൾക്ക് ആവശ്യപ്പെടാനുള്ള അധികാരം ഞങ്ങൾക്കില്ലല്ലോ. ഞങ്ങളുടെ പാർട്ടിയിലല്ലല്ലോ അദ്ദേഹം, ഞങ്ങളുടെ പാർട്ടിയിലല്ലല്ലോ, പുറത്തല്ലേ. ഞങ്ങളെങ്ങനെയാണ് ആവശ്യപ്പെടുന്നത്? ഞങ്ങൾക്ക് ആവശ്യപ്പെടാനുള്ള അധികാരം ഞങ്ങൾക്കില്ല. ഞങ്ങളുടെ പാർട്ടിയിൽ നിന്ന് പുറത്താണ് നിൽക്കുന്നത്. നമസ്കാരം. ന്യൂസ് ആൻഡ് വ്യൂസ് ആരംഭിക്കുകയാണ്. കേരള നിയമസഭയുടെ ചരിത്രത്തിൽ ഒരു MLA ഇതുപോലെ നാണം കെട്ട് തലതാഴ്ത്തി നിൽക്കേണ്ടി വന്ന മറ്റൊരു സന്ദർഭം ഉണ്ടായിട്ടില്ല. മാന്യതയുടെയും ധർമ്മബോധത്തിൻ്റെയും സുവിശേഷം വിളമ്പിയിരുന്ന പാലക്കാട് MLA രാഹുൽ മാങ്കൂട്ടത്തിൽ ഒടുവിൽ അഴികൾക്കുള്ളിലായിരിക്കുന്നു. പക്ഷേ ചോദ്യം രാഹുലിനോട് മാത്രമല്ല, ഈ അറപ്പുളവാക്കുന്ന കുറ്റകൃത്യങ്ങൾ ഇത്രകാലം വെള്ളപൂശാൻ ശ്രമിച്ച കോൺഗ്രസ് നേതൃത്വത്തോടു കൂടിയാണ്. പിണറായി വിജയൻ്റെ രാജി നാഴികയ്ക്ക് 40 വട്ടം മാധ്യമങ്ങൾക്ക് മുന്നിൽ ഒരു ഉളുപ്പുമില്ലാതെ ആവശ്യപ്പെടുന്ന സതീശനും സണ്ണി ജോസഫും രാഹുലിൻ്റെ രാജി ഒരു പ്രാവശ്യമെങ്കിലും ആവശ്യപ്പെടുന്നത് കാണാത്തത് കൊണ്ട് ചോദിച്ചു പോവുകയാണ്. നിങ്ങൾ രാഹുലിനെ പേടിക്കുന്നത് എന്തിനാണ്? നിങ്ങളെക്കുറിച്ചുള്ള എന്ത് തെളിവുകളാണ് രാഹുലിൻ്റെ കയ്യിൽ ഉള്ളത്? ഇതാണോ നിങ്ങളുടെ സംസ്കാരം? ഒരു യുവതിയെ വിവാഹ വാഗ്ദാനം നൽകി ഹോട്ടലിൽ വിളിച്ചു വരുത്തി ക്രൂരമായി പീഡിപ്പിക്കുക, വായ പൊത്തിപ്പിടിച്ച് ഉപദ്രവിക്കുക, ഗർഭഛിദ്രത്തിന് നിർബന്ധിക്കുക, ഭീഷണിപ്പെടുത്തുക, സാമ്പത്തികമായി ചൂഷണം ചെയ്യുക, ഇതൊക്കെയാണോ ഒരു ജനപ്രതിനിധിക്ക് ചേർന്ന പ്രവൃത്തി? SIT രേഖപ്പെടുത്തിയ FIRലെ ഓരോ വരിയും വായിക്കുമ്പോൾ ഏതൊരു മലയാളിക്കും തല കുനിക്കേണ്ടി വരും. ഹാബിച്വൽ ഒഫൻഡർ അഥവാ സ്ഥിരം കുറ്റവാളി എന്നാണ് പോലീസ് രാഹുലിനെ വിശേഷിപ്പിച്ചിരിക്കുന്നത്. എന്തുകൊണ്ട് കോൺഗ്രസ് മൗനം പാലിക്കുന്നു? 3 പരാതികൾ ഒന്നൊന്നായി പുറത്തു വന്നിട്ടും രാഹുലിനെ സംരക്ഷിക്കാൻ നിങ്ങൾ എന്തിനാണ് ഇത്ര വാശി കാണിക്കുന്നത്? കോൺഗ്രസിനെ സ്നേഹിക്കുന്ന ഷഹനാസും ഹണി ഭാസ്കരനുമൊക്കെ പരസ്യമായി രംഗത്തെത്തിയിട്ടും എന്തേ നേതൃത്വത്തിൻ്റെ നാവ് പൊങ്ങാത്തത്? നിയമസഭയിൽ സദാചാരം പ്രസംഗിക്കുന്ന VD സതീശനും സണ്ണി ജോസഫും ഈ ലൈംഗിക വേട്ടക്കാരനെ ഇനിയും വെള്ളപൂശുന്നത് ആരെ ഭയന്നാണ്? സ്പീക്കർ പോലും അതൃപ്തി അറിയിച്ചിട്ടും MLA സ്ഥാനം രാജിവെക്കാൻ തയ്യാറാകാത്ത രാഹുലിൻ്റെ തൊലിക്കട്ടിയിൽ അത്ഭുതമില്ല. പക്ഷേ കോൺഗ്രസ് നേതൃത്വമേ, നിങ്ങൾ മറുപടി പറയേണ്ടി വരും. സ്ത്രീ സുരക്ഷയെക്കുറിച്ച് ഇനി നിങ്ങൾ ഏത് നാവ് കൊണ്ടാണ് സംസാരിക്കുക? സംരക്ഷണം ഇരയ്ക്കൊപ്പമോ അതോ വേട്ടക്കാരനൊപ്പമോ? വയനാട്ടിൽ വീട് വയ്ക്കാൻ പിരിച്ച കാശെടുത്താണോ നിങ്ങൾ സംരക്ഷിക്കുന്ന ഈ പീഡനവീരൻ പാലക്കാട്ടെ പഞ്ചനക്ഷത്ര ഹോട്ടലിൽ പുട്ടടിച്ചത്? കോഴി കൂവും മുമ്പ് രാഹുലിനെ അകത്താക്കിയ പിണറായി പോലീസിനെതിരെ ഇനി നിങ്ങൾ എന്താണ് പറയുക? ന്യൂസ് ആൻഡ് വ്യൂസ് ഈ വിഷയം ചർച്ച ചെയ്യുമ്പോൾ അതിഥികളായി ഉള്ളത് അഡ്വക്കേറ്റ് KS അരുൺകുമാർ CPIM, കോൺഗ്രസ് വക്താവ് നിജേഷ് അരവിന്ദ്, എഴുത്തുകാരിയും ആക്ടിവിസ്റ്റുമായ ഹണി ഭാസ്കരൻ, ഒപ്പം നിയമ വിദഗ്ധൻ അഡ്വക്കേറ്റ് പ്രിയദർശൻ തമ്പിയും അല്പസമയം നമ്മളോടൊപ്പം ഉണ്ടാകും. ഏറ്റവും ആദ്യം അഡ്വക്കേറ്റ് KS അരുൺകുമാർ, ഒരു MLA ആണ് ഇപ്പോഴും രാഹുൽ മാങ്കൂട്ടത്തിൽ. എന്തുകൊണ്ടാണ് അദ്ദേഹം ഇപ്പോഴും MLA ആയി തുടരുന്നത് എന്നാണ് നിങ്ങൾക്ക് പറയാനുള്ളത്?
ഇവിടെ ആദ്യം സൂചിപ്പിച്ചതുപോലെ കേരളത്തിൻ്റെ നിയമസഭയുടെ ചരിത്രത്തിൽ ഒരു MLA ഇത്രയധികം അപമാനിതനാകുന്ന ഗുരുതരമായിട്ടുള്ള ആരോപണങ്ങൾ വന്നിട്ടും MLA ആയിട്ട് തുടരുന്ന ഒരു സാഹചര്യം ഇതുവരെ ഉണ്ടായിട്ടില്ല. ഇപ്പം 3 അതിജീവിതം 1, 2, 3 എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന സാഹചര്യം. അതോടൊപ്പം തന്നെ മനസ്സിലാക്കുന്നത് 10-18ഓളം കംപ്ലൈൻറ്റുകൾ, പ്രത്യേകിച്ച് സ്ത്രീകൾക്കെതിരെ നടക്കുന്ന ഗുരുതരമായിട്ടുള്ള ലൈംഗിക ചൂഷണം, മാനസിക ചൂഷണം, സാമ്പത്തിക ചൂഷണം അടക്കമുള്ള പരാതികൾ വന്നുകൊണ്ടിരിക്കുന്നു. അത് ആ പരാതി അതിജീവിതമാരെല്ലാം കൂടി ഒരു വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ടാക്കിക്കൊണ്ട് അവരുടെ വേദനകൾ പങ്കുവയ്ക്കുന്ന ഒരു വലിയ ദുരിത സാഹചര്യം നമ്മൾ കാണുകയാണ്. ഏതായാലും കേരള പോലീസ് ഇച്ഛാശക്തിയോടെ ഉണർന്നു പ്രവർത്തിച്ചതിൻ്റെ ഭാഗമായി ഈ പെൺകുട്ടിക്ക് നീതി ഉറപ്പുവരുത്താൻ വേണ്ടിയിട്ടുള്ള ഇടപെടലുകൾ നടന്നു. അന്ന് നമ്മൾ കണ്ടു, 1ാം അതിജീവിതയുടെ കാലത്ത് 10-20 ദിവസത്തോളമാണ് നിയമത്തിൻ്റെ പരിധിയിൽ നിന്നും ഒളിച്ചു കടന്ന് മറ്റ് സംസ്ഥാനങ്ങളിൽ, പ്രത്യേകിച്ചും കോൺഗ്രസ് ഭരിക്കുന്ന കർണാടകത്തിൽ പോയി ഒളിച്ചു താമസിച്ച് അവസാനം മുൻകൂർ ജാമ്യം കിട്ടിയെന്ന് ഉറപ്പ് വന്നപ്പോൾ മാത്രം കേരളത്തിൽ പ്രത്യക്ഷപ്പെടുന്നത് നമ്മൾ കണ്ടു. 2ാം അതിജീവിതയുടെ കാലത്തും അത് മുൻകൂർ ജാമ്യം തേടി പോകുന്നതും നമ്മൾ കണ്ടതാണ്. ഇപ്പോൾ ഏതായാലും പരാതി കിട്ടി വളരെ രഹസ്യമായി തന്നെ പോലീസ് ബുദ്ധിപരമായിട്ടുള്ള നീക്കം നടത്തി പെൺകുട്ടിയുടെ മൊഴി ശേഖരിച്ചുകൊണ്ട് എല്ലാ തെളിവുകളും ശേഖരിച്ചതിന് ശേഷം ഹോട്ടലിൽ നിന്ന് അറസ്റ്റ് ചെയ്യുന്ന സാഹചര്യം ഉണ്ടായി. ഇപ്പോൾ ഇതിൽ തന്നെ ആദ്യം വിവാഹം നടക്കണമെങ്കിൽ കുട്ടി ഉണ്ടാകണം എന്ന് തെറ്റിദ്ധരിപ്പിച്ച് പല പ്രലോഭനങ്ങളിലൂടെ ഒരു തരത്തിലും സുരക്ഷിതമല്ലാത്ത ലൈംഗിക ബന്ധത്തിന് നിർബന്ധിച്ചതിന് ശേഷം അവസാനം ഗർഭിണിയാണെന്ന് ബോധ്യപ്പെടുമ്പോൾ പിന്നീട് ഫോൺ എടുക്കാതെ ഇഗ്നോർ ചെയ്തുകൊണ്ട് ഉപേക്ഷിച്ചു പോകുന്ന സാഹചര്യം, എല്ലാ തരത്തിലുള്ള സാമ്പത്തിക ചൂഷണം, ഇപ്പോൾ കന്ന ഞെട്ടിപ്പിക്കുന്ന വിവരങ്ങൾ FIRന്റെ രൂപത്തിലും റിമാൻഡ് റിപ്പോർട്ടിൻ്റെ രൂപത്തിലുമെല്ലാം നമ്മൾ കണ്ടു. അതിൽ സാമ്പത്തിക ചൂഷണത്തിൻ്റെ വിവിധ ഘട്ടങ്ങൾ, ഫ്ലാറ്റ് വരെ വാങ്ങിക്കണം, ചെരുപ്പ് വാങ്ങിക്കാൻ, മറ്റ് സാമ്പത്തിക കാര്യത്തിനെല്ലാം പണം ആവശ്യപ്പെടുന്നത് കണ്ടു. അതുപോലെ തന്നെ ഗർഭിണിയാണെന്ന് ബോധ്യപ്പെട്ടപ്പോൾ പലതരത്തിലുള്ള ഭീഷണിയും ഗർഭചിത്രത്തിന് നിർബന്ധിക്കുന്നതും, അതോടൊപ്പം തന്നെ DNA ടെസ്റ്റിന് വരെ പെൺകുട്ടി തയ്യാറാകുമ്പോൾ അതിന് സഹകരിക്കാതെ പലതരത്തിൽ ആക്ഷേപം ഉന്നയിക്കുന്നതും ആക്രമിക്കുന്നതും മുഖത്ത് തുപ്പുന്നതും അടിക്കുന്നതും എല്ലാം വാർത്ത കൃത്യമായിട്ടുള്ള FIS വായിച്ചാൽ നമുക്ക് മനസ്സിലാക്കും. ഈ ഘട്ടത്തിലും കോൺഗ്രസ് ഗുരുതരമായി ശരിയായ രീതിയിൽ ഉത്തരം പറയേണ്ട ഗൗരവമായിട്ടുള്ള ചില വിഷയങ്ങളുണ്ട്. ഏറ്റവും ആദ്യം തന്നെ പറവൂർ സ്വദേശിനിയായിട്ടുള്ള ഒരു കോൺഗ്രസിനെ വളരെയധികം സ്നേഹിക്കുന്ന ശ്രീ VD സതീശൻ കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയായി കാണണം എന്നാഗ്രഹിക്കുന്ന, തൻ്റെ പിറന്നാൾ ആഘോഷത്തിന് വരെ VD സതീശനെ മുഖ്യ അതിഥിയായിട്ട് വിളിച്ച ഒരു പെൺകുട്ടി, ആ പെൺകുട്ടി 2023 തന്നെ വളരെ വിശദമായി തയ്യാറാക്കിയ പരാതി VD സതീശന് കൊടുത്തു എന്ന് പറഞ്ഞു. ശ്രീ VD സതീശൻ മറുപടി പറഞ്ഞത് ഒരു പിതാവിൻ്റെ സ്ഥാനത്ത് നിന്നുകൊണ്ട് ഞാൻ ആ പരാതി പരിഗണിച്ചു എന്നതാണ്. പക്ഷെ ഒന്നും പരിഗണിച്ചതായിട്ട് നമ്മൾ കണ്ടില്ല. ആ പരാതിയുടെ ഭാഗമായി ഒരു നടപടിയെടുത്തതും നമ്മൾ കണ്ടില്ല. പിന്നീട് യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന പ്രസിഡന്റ് ആകുന്നു, MLA ആകുന്നു, രാഷ്ട്രീയത്തിൽ വളരെയധികം ഉയർച്ചയിലേക്ക് അദ്ദേഹം പോകുന്നതാണ് കണ്ടത്. അപ്പോൾ നിരവധി പരാതികൾ VD സതീശന്, KPCCക്ക്, AICCക്ക്, പ്രിയങ്ക ഗാന്ധിക്ക് എല്ലാം അയച്ചു എന്ന് നിരവധി അതിജീവിതമാർ തന്നെ ഇപ്പോൾ വ്യക്തമായി രംഗത്ത് വരുന്നു. അതുപോലെ തന്നെ ചില അതിജീവിതമാർ ഈ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് തന്നെ നിരവധി KPCC അന്നത്തെ നേതാക്കന്മാർക്കും അതുപോലെ യൂത്ത് കോൺഗ്രസിന്റെ അന്നത്തെ സംസ്ഥാന പ്രസിഡന്റുമാർക്കും പരാതി കൊടുക്കുമ്പോൾ ആ പരാതിയുടെ പേരിൽ വളരെ അവഗണനയാണ് നേരിടേണ്ടി വന്നിരിക്കുന്നത് എന്നും വ്യക്തമാക്കുകയാണ്. അപ്പോൾ ഉചിതമായ സമയത്ത് കിട്ടിയ പരാതിയിൽ ശരിയായ നിലപാട് കോൺഗ്രസ് സ്വീകരിച്ചിരുന്നുവെങ്കിൽ, ഒന്ന് വിളിച്ച് ശാസിക്കുകയും ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ ആവർത്തിക്കരുത് എന്ന് പറഞ്ഞുകൊണ്ട് മാതൃകാപരമായിട്ടുള്ള നടപടി സ്വീകരിച്ചിരുന്നുവെങ്കിൽ ഇത്രയധികം പെൺകുട്ടികളുടെ ജീവിതം നശിക്കുന്ന സാഹചര്യം ഉണ്ടാകുമായിരുന്നില്ല. ഇത്രയും ഗർഭചിത്രം നടത്തി പിഞ്ചു കുഞ്ഞുങ്ങളുടെ കൊലപ്പെടുത്തുന്ന സാഹചര്യം ഉണ്ടാകുമായിരുന്നില്ല. അപ്പം അതുകൊണ്ട് കോൺഗ്രസ് കൃത്യമായി തന്നെ ഇതിൽ മറുപടി പറഞ്ഞേ പറ്റൂ. ഇപ്പോൾ കോൺഗ്രസിൽ നിന്ന് സസ്പെൻഡ് ചെയ്തു, പിന്നീട് പുറത്താക്കി എന്നൊക്കെ പറഞ്ഞിരിക്കുന്ന ഘട്ടമുണ്ടെങ്കിൽ പോലും കോൺഗ്രസിന്റെ പാനലിൽ കൈപ്പത്തി ചിഹ്നത്തിൽ മത്സരിച്ച് MLA ആയ വ്യക്തി തന്നെയാണ്. കഴിഞ്ഞ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ പാലക്കാട് മുനിസിപ്പാലിറ്റിയിലെ സ്ഥാനാർത്ഥി നിർണയത്തിലും തെരഞ്ഞെടുപ്പ് പര്യടനത്തിലുമെല്ലാം നമ്മൾ കണ്ടു, രാഹുൽ മാങ്കൂട്ടലിനെ നമ്മൾ കണ്ടു. പിന്നീട് ഒളിവിൽ പോകേണ്ട സാഹചര്യം വന്നു. വോട്ട് ചെയ്യാൻ അദ്ദേഹം വന്നപ്പോൾ ബൂത്തിൽ വലിയ സ്വീകരണം കൊടുത്തുകൊണ്ട് പൂമാല കൊടുത്ത് സ്വീകരിക്കുന്നതും അദ്ദേഹത്തെ കൊട്ടിഘോഷിച്ച് തലയിൽ കെട്ടി കൊണ്ടുപോകുന്നതുമെല്ലാം നമ്മൾ കണ്ടതാണ്. അതിനിടയിലും അദ്ദേഹം രാഷ്ട്രീയത്തിൽ ഇടപെട്ടുകൊണ്ട് കോൺഗ്രസ് നേതാക്കന്മാരുടെ എല്ലാ ആശീർവാദത്തോടെ രംഗത്ത് വന്ന് നമ്മൾ കണ്ടു. ഇന്ന് തന്നെ വനിതാ നേതാക്കന്മാർ കോൺഗ്രസിന്റെ അടക്കം ഇദ്ദേഹത്തെ ന്യായീകരിച്ചുകൊണ്ട് നടത്തിയ പ്രസ്താവനകളെല്ലാം നമ്മൾ കണ്ടു. അതുകൊണ്ട് കോൺഗ്രസ് കൃത്യമായി ഇതിൽ നയം വ്യക്തമാക്കണം. കോൺഗ്രസ് തന്നെയാണ് ഇത്തരത്തിലുള്ള കുറ്റവാളികളെ സംരക്ഷിച്ചത്. കിട്ടിയ പരാതിയിൽ ഒരു നടപടിയും സ്വീകരിക്കാതെ മുന്നോട്ട് പോയി എല്ലാ തരത്തിലുള്ള രാഷ്ട്രീയ വളർച്ചയ്ക്ക് ഒത്താശ ചെയ്തു. അതുകൊണ്ട് തന്നെ ഈ പരാതിയുടെ ഉള്ളടക്കത്തിൽ പറഞ്ഞതുപോലെ വടകരയിലേക്ക് അടക്കം വിളിച്ചത് എന്തിനു വേണ്ടിയിട്ടാണ്, ആരൊക്കെയാണ് ഇതിന്റെ പിന്നിലുള്ളത് എന്ന് വിശദമായിട്ടുള്ള അന്വേഷണത്തിന്റെ ഭാഗമായി കണ്ടെത്തേണ്ടതാണ്. വരും ദിവസങ്ങളിൽ കൂടുതൽ വിവരങ്ങൾ, പ്രത്യേകിച്ച് അതിജീവിതയുടെ മൊഴിയൊക്കെ പുറത്തു വന്ന സാഹചര്യത്തിൽ കൂടുതൽ തെളിവെടുപ്പ്
തെരഞ്ഞെടുപ്പും മറ്റു കാര്യങ്ങളും നടക്കുമെന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത്. എന്തായാലും കോൺഗ്രസിന് ഇതിന്റെ ഉത്തരവാദിത്വത്തിൽ നിന്ന് ഒഴിഞ്ഞു പോകാൻ സാധിക്കില്ല. ശരി, വരാം. അഡ്വക്കേറ്റ് കെ എസ് അരുൺകുമാർ, ഹണി ഭാസ്കരനും നിജേഷ് അരവിന്ദും റെഡിയാണ്. ഹണി ഭാസ്കരൻ ഞാൻ അങ്ങേലേക്ക് ഇപ്പോൾ വരാം. അതിനു മുമ്പ് എനിക്ക് നിജേഷ് അരവിന്ദിലേക്ക് ഞാൻ ഒന്ന് പോയിക്കോട്ടെ. കോൺഗ്രസ് പ്രതിനിധിയാണല്ലോ നിജേഷ് അരവിന്ദ്. നോക്കൂ, ഇപ്പോൾ അഡ്വക്കേറ്റ് അരുൺകുമാർ പറഞ്ഞത് ഉചിതമായ നടപടി അന്ന് ആ പരാതി വന്ന ഘട്ടത്തിൽ എടുത്തിരുന്നു എങ്കിൽ എത്രയോ അതിജീവിതമാർ രക്ഷപ്പെട്ടു പോയേനെ എന്നാണ്, പല സ്ത്രീകളും രക്ഷപ്പെട്ടു പോയേനെ എന്നാണ്. കൃത്യമാണത്. പക്ഷേ ഇപ്പോൾ പോലും ഉചിതമായ നടപടി എടുക്കുന്നില്ല എന്നിടത്താണ് കോൺഗ്രസ് വല്ലാതെ പഴി കേൾക്കേണ്ടി വരുന്നത്. ഇന്നിപ്പോൾ ഇത്രയധികം നാറി നിൽക്കുന്ന രാഹുൽ മാങ്കൂട്ടത്തിലിനെ ഒന്ന് രാജിവെക്കണം നിങ്ങൾ എന്ന് പറയാൻ ഒരു അന്യ പാർട്ടിയുടെ പ്രതിനിധി ആയിക്കോട്ടെ, ഒരു ശത്രുപക്ഷത്തെ പാർട്ടി ആയിക്കോട്ടെ, നിങ്ങൾ പറയുന്ന കാര്യമാണല്ലോ ഇത്. പിണറായി വിജയൻ രാജിവെക്കണമെന്ന് ദിവസം 10 തവണയെങ്കിലും നിജേഷ് അരവിന്ദ് പറയാറുണ്ടല്ലോ. അങ്ങനെയെങ്കിലും ഒന്ന് പറയാൻ രാഹുൽ മാങ്കൂട്ടത്തിലിനോട് ഒന്ന് പറയാൻ നിങ്ങൾക്കാവാത്തത് എന്തുകൊണ്ടാണ്? കോൺഗ്രസ് ഈ വിഷയത്തിൽ കൃത്യമായ നിലപാടെടുത്തിട്ടുണ്ട്. അതിന് നിലപാടെടുക്കാൻ വേണ്ടി ഞങ്ങൾ ആരെയും അന്വേഷണ കമ്മീഷനെ വെച്ചിട്ടില്ല, അയച്ചിട്ടില്ല. പീഡനത്തിന്റെ തീവ്രത അളന്നിട്ടില്ല, തീവ്രത കുറഞ്ഞു പോയോ കൂടിയോ എന്ന് ചോദിച്ചിട്ടില്ല. വിവരം വന്ന സമയത്ത് തന്നെ മാറ്റി നിർത്തിയിട്ടുണ്ട്. മാറ്റി നിർത്തിയ സമയത്ത് സസ്പെൻഡ് ചെയ്തു, പാർലമെന്ററി പാർട്ടിയിൽ നിന്ന് തന്നെ മാറ്റി നിർത്തി. പിന്നീട് ഒരു അന്വേഷണ സംഘത്തെ രൂപീകരിച്ചു, SIT രൂപീകരിച്ചു. നിങ്ങളെപ്പോലെ ഞങ്ങളും വെയിറ്റ് ചെയ്തു. ആ SITക്ക് മുന്നിലേക്ക് വരുന്ന പരാതികൾക്ക് അനുസരിച്ച് ബാക്കി കാര്യങ്ങൾ ചെയ്യാം എന്ന് നിലപാടെടുത്തു. ആ നിലപാടെടുത്തപ്പോൾ ഒരു പരാതി വന്നു. രണ്ടാമത്തെ പരാതി KPCC പ്രസിഡന്റിന് ഇമെയിലായിട്ട് പരാതി കിട്ടി. ഞങ്ങൾ ആ പരാതി കിട്ടിയപ്പോൾ വീണ്ടും ഒരു അന്വേഷണ കമ്മീഷനെ വെച്ചിട്ടില്ല, ഏതെങ്കിലും ഒരാളെ അത് അന്വേഷിക്കാനോ കോംപ്രമൈസ് ചെയ്യാനോ അയച്ചിട്ടില്ല. നേരെ ആ പരാതി DGPക്ക് അയച്ചു കൊടുത്തു. ആ കേസും എടുത്ത് മുന്നോട്ട് പോയി. ആ സമയത്ത് തന്നെ കോൺഗ്രസ് യോഗം ചേർന്നു. രാഹുൽ മാങ്കൂട്ടത്തിലെ പാർട്ടിയുടെ പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് പുറത്താക്കി. ഞങ്ങൾ ആ ആവശ്യമായ നിലപാടുകൾ എടുത്തു കഴിഞ്ഞു. ഒരു ഘട്ടത്തിൽ പോലും അയാളെ ന്യായീകരിക്കാനോ അയാൾക്ക് എന്തെങ്കിലും സൗകര്യം ചെയ്യാനോ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് തയ്യാറായിട്ടില്ല. വ്യക്തിപരമായി ഞാനടക്കമുള്ള ആളുകൾ ഈ വിഷയം പുറത്തു വന്ന സമയത്ത് തന്നെ സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ ഞങ്ങളുടെയൊക്കെ നിലപാട് വ്യക്തമാക്കിയിട്ടുണ്ട്. പ്രതിപക്ഷ നേതാവ് അന്നെടുത്ത നിലപാടിൽ നിന്ന് ഒരു മാറ്റമില്ല. നിജേഷ് അരവിന്ദ്, താങ്കൾ വ്യക്തിപരമായി അത്തരം നിലപാടൊക്കെ എടുക്കുന്ന ആളാണെന്നുള്ളത് നമുക്കൊക്കെ അറിയാം. അത് ശ്ലാഘിക്കേണ്ട കാര്യം തന്നെയാണ്. പക്ഷേ അതേസമയം നോക്കൂ, ഈ രാഹുൽ മാങ്കൂട്ടത്തിൽ ഇത്തരം പ്രവർത്തികൾ ചെയ്യുന്ന സമയത്ത് MLA ആണ്, അല്ലെങ്കിൽ അതിനു മുമ്പ് യൂത്ത് കോൺഗ്രസിൻ്റെ അധ്യക്ഷനാണ്, പാർട്ടി അംഗമാണ്, കോൺഗ്രസ് അംഗമാണ്. ഇതൊക്കെ ആയി ഇരുന്നു കൊണ്ട് അദ്ദേഹത്തെ വലിയ രീതിയിൽ ഗോഡ് ഫാദേഴ്സ് നിന്ന് സംരക്ഷിക്കുന്ന ഘട്ടത്തിലാണ് അദ്ദേഹം ഇതൊക്കെ ചെയ്യുന്നത്. ഞാൻ ഒരു ക്ലിപ്പ് ഇവിടെ പ്രേക്ഷകരെയും നിങ്ങളെല്ലാവരെയും ഒന്ന് കാണിക്കുകയാണ്. അന്ന് ഷാഫി പറമ്പിൽ എന്താണ് ഈ രാഹുൽ മാങ്കൂട്ടത്തിനെ കുറിച്ച് പറഞ്ഞത് എന്നുള്ളത് ഓരോരുത്തരും പറഞ്ഞിട്ടുണ്ട്. ഷാഫി പറഞ്ഞത് കേൾക്കേണ്ടതാണ്. പ്രത്യേകിച്ച് എന്താണ് പാലക്കാട്ടുകാർക്ക് കൊടുത്ത വാഗ്ദാനം ഈ MLA കുറിച്ച് കേൾക്കൂ. പാർട്ടി എടുത്ത റിസ്കിന് പാർട്ടി ഫ്യൂച്ചറിലേക്ക് നടത്തുന്ന ഒരു ഇൻവെസ്റ്റ്മെന്റ് ആണ് രാഹുൽ എന്ന് പറയുന്നത്. അത് ആ സമ്മാനത്തെ തീരുമാനമെടുക്കുമ്പോൾ ഞങ്ങൾക്കുള്ള ഒരു ഫ്യൂച്ചർ ഇൻവെസ്റ്റ്മെന്റ് ആയിട്ട് ഞങ്ങൾ കാണുന്നു. ആ സമ്മാനത്തെ പാലക്കാടിനുള്ള ഒരു സമ്മാനമായിട്ട് മാറ്റാൻ കഴിയും. അയാളുടെ പ്രവൃത്തിയിലൂടെ അല്ലെങ്കിൽ ഇവിടുത്തെ ജനങ്ങളുമായിട്ട് സ്ഥാപിച്ചു തുടങ്ങിയിരിക്കുന്ന ബന്ധത്തിലൂടെ പാലക്കാട് വോണ്ട് റിഗ്രറ്റ് അബൌട്ട് ഇറ്റ്. പാലക്കാടിന് അതിന് ഖേദിക്കേണ്ട ഒരു സാഹചര്യം കാൻഡിഡേറ്റോ UDF ഉണ്ടാക്കില്ല. പറഞ്ഞത് ഷാഫി പറമ്പിലാണ്, കോൺഗ്രസിന് വേണ്ടിയാണ് പറഞ്ഞത്. അന്ന് എല്ലാ ഘട്ടത്തിലും ഷാഫി പറമ്പിലാണ് വന്ന് രാഹുലിന് വേണ്ടി പറഞ്ഞുകൊണ്ടിരുന്നത്. ഈ പാലക്കാട്ടുകാർ ഇപ്പോൾ ഖേദിക്കുകയല്ല, നാണം കൊണ്ട് തലയിൽ മുണ്ടിട്ട് നടക്കുന്ന അവസ്ഥയാണുള്ളത്. തങ്ങളുടെ MLA ഇങ്ങനെയാണെന്ന് പറഞ്ഞിട്ട് ആ MLA അവിടെ നിന്ന് മാറ്റാനെങ്കിലും ഇന്ന് പറയാൻ കോൺഗ്രസിൻ്റെ ഒരു നേതാവിനും പറ്റുന്നില്ല. നിജേഷ് അരവിന്ദിന് പരിമിതി ഉണ്ടാകാം, VD സതീശനും സണ്ണി ജോസഫും ഒക്കെ അത് പറയേണ്ടതാണ്. അത് പറയുന്നില്ല എന്നിടത്ത് ഇന്ന് കണ്ട കാഴ്ചകൾ നോക്കൂ. DYFI നടത്തിയ സമരം, രാഹുൽ മാങ്കൂട്ടത്തിൽ MLA സ്ഥാനം രാജിവെക്കണം എന്ന് പറഞ്ഞാണ് അവരുടെ പ്രതിഷേധം. യുവമോർച്ച, അതുപോലെ കോൺഗ്രസിൻ്റെ തന്നെ സാധാരണ പ്രവർത്തകർ മാധ്യമങ്ങൾക്ക് മുമ്പിൽ മൈക്കിൽ പറഞ്ഞതാണ് ഇയാൾ രാജിവെച്ച് പോകണമെന്ന്. VD സതീശന് പറയാൻ പറ്റുന്നില്ല, ഞങ്ങൾക്ക് അധികാരമില്ല എന്നാണ് അത് പറയാനുള്ള. എന്താണത്? പാർട്ടിയിൽ നിന്ന് പുറത്താക്കപ്പെട്ട ഒരാളോട് നാളെ നിങ്ങൾ ഇത് ചെയ്യണം എന്ന് പറഞ്ഞാൽ ശ്രീ ലാൽ എന്താണ് പറയുക? നാളെ പാർട്ടിക്കാരനല്ലാത്ത പിണറായി വിജയനോട് നിങ്ങൾ പറയുന്നില്ലേ രാജിവെക്കാൻ? അത് രാഷ്ട്രീയ ആരോപണമല്ലേ ഡോക്ടർ ലാൽ? രാഷ്ട്രീയമായിട്ട് പ്രതിപക്ഷത്തിരിക്കുന്ന അല്ലെങ്കിൽ ഭരണപക്ഷത്തിരിക്കുന്ന ഒരാളോട് എതിർപക്ഷത്തിരിക്കുന്ന ഒരാളോട് രാജിവെച്ച് പോകാൻ ഇത് എതിർപക്ഷത്തല്ലോ, നിങ്ങളുടെ പക്ഷത്താണല്ലോ അല്ലേ? ഇത് എതിർപക്ഷത്തല്ല.
അല്ലെ ഈ അധ്യായം ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം അവസാനിച്ചു. പിന്നെ നിങ്ങൾ തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിൽ പ്രസ്താവന ഇറക്കുക. ഞങ്ങൾ ആർക്കെങ്കിലും ഈ ഒരു അറിവുണ്ടായിരുന്നെങ്കിൽ ഇയാളെ ഞങ്ങൾ ഇങ്ങനെ പ്രൊട്ടക്ട് ചെയ്യാൻ വരുന്നു. ഇയാള് സ്വകാര്യമാക്കി വെച്ച അയാളുടെ ചില ചാവല്യങ്ങളാണ് പുറത്തേക്ക് വരുന്നത്. നിങ്ങൾക്കിത് അറിവുണ്ടായിരുന്നെങ്കിൽ നിങ്ങൾ ഇത് പ്രൊട്ടക്ട് ചെയ്യില്ല എന്ന് നിജേഷ് പറയുമ്പോൾ അംഗീകരിക്കണമെങ്കിൽ, നിങ്ങൾക്കിത് അറിവുണ്ടായിരുന്നുവെങ്കിൽ നിങ്ങൾ ഇയാളെ പ്രൊട്ടക്ട് ചെയ്യില്ലായിരുന്നു എന്ന് നമ്മൾ അംഗീകരിക്കണമെങ്കിൽ ഇത്രയും കാര്യങ്ങൾ അറിഞ്ഞിട്ട് നിങ്ങളെടുത്ത നടപടിയാണ് നോക്കേണ്ടത്. ഇത്രയും കാര്യങ്ങൾ അറിഞ്ഞിട്ട് നിങ്ങൾ ഒരു അക്ഷരം പറയുന്നില്ല. ഇയാൾ രാജിവെക്കണം, രാഹുൽ രാജിവെച്ച് പോകണം എന്ന് നിങ്ങൾക്ക് പറയാൻ പറ്റുന്നില്ല. അങ്ങനെ പറഞ്ഞാൽ നിങ്ങൾക്ക് എന്തോ പേടിക്കാനുണ്ട് എന്നാണ് ഇപ്പോൾ മനസ്സിലാക്കേണ്ടത്. ഞങ്ങൾക്ക് എന്ത് പേടിക്കാൻ? ഞങ്ങൾ ഏതെങ്കിലും MLA ഇതേപോലെ ചാനലിൽ വന്ന് ഇന്റർവ്യൂ എടുത്തൊരു മന്ത്രിയുണ്ട് നമ്മുടെ മന്ത്രിസഭയ്ക്കകത്ത്, മുകേഷ് MLA-ക്കെതിരെ. അതൊക്കെ വളരെ കൃത്യമായി കേരളത്തിലെ മാധ്യമങ്ങളിലൊക്കെ വന്നാണ്. അയാളെയൊക്കെ താങ്ങി തലയിൽ വെക്കുന്ന ഏർപ്പാടൊന്നും ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇല്ല. ഞങ്ങൾ ഇയാളെ പുറത്താക്കിയതാണ്. ഞങ്ങൾ അധ്യായം ക്ലോസ് ചെയ്തു കഴിഞ്ഞു. ഇനി അയാൾക്ക് വേണ്ടി ന്യായീകരിക്കാനോ അയാൾക്ക് വേണ്ടി എന്തെങ്കിലും പറയാനോ ഒന്നും ഞങ്ങൾക്ക് മുകേഷിനോട് രാജിവെക്കാൻ നിങ്ങൾ പറഞ്ഞല്ലോ. ആ മുകേഷിനോട് രാജിവെക്കാൻ നിങ്ങളുടെ കൊല്ലത്തെ കോൺഗ്രസ് നേതാക്കളൊക്കെ പോയി അവിടെ ഇത് എന്താണ് സമരം നടത്തുന്നത് കണ്ടല്ലോ. നിങ്ങൾക്ക് രാഹുൽ മാങ്കൂട്ടത്തിനോട് ഇപ്പോഴും പറയാൻ പറ്റുന്നില്ല. അല്ല, ലാലിന് ഇതേ കോൺഗ്രസ് പറഞ്ഞ അതേ വാക്ക് ഞങ്ങളിപ്പോ പറഞ്ഞ ധാർമ്മികതയുടെ അടിസ്ഥാനത്തിൽ ഇപ്പൊ ജയിലിലേക്ക് പോയ ഒരു MLA, ജയിലിലേക്ക് പോയ മുൻ MLA ഉണ്ട്, സ്വർണ്ണക്കടത്തിൽ മുൻ MLA ഉണ്ട്, CPM-ന്റെ ജില്ലാ സെക്രട്ടറി അംഗമാണ്. നിങ്ങൾ പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയോ? ഇനി അരുൺകുമാർ നേരത്തെ പറഞ്ഞല്ലോ, ഒരു സഹോദരി പരാതി എഴുതി കൊടുത്തു, VD സതീശൻ കൊടുത്തിട്ടില്ല അരുൺകുമാർ. ആ പരാതി വാക്കാൽ പറഞ്ഞ സമയത്ത് തന്നെ അതിനാവശ്യമായ നടപടി എടുത്തിട്ടുണ്ട്. ആ സഹോദരി, ആ സിനിമാ നടി ചാനലിൽ വന്ന് പറഞ്ഞപ്പോഴാണ് ഞാനും ഒക്കെ ഈ കാര്യം കേൾക്കുന്നത്. ആ ചാനലിൽ വന്ന് പറഞ്ഞ വാക്ക് ഞാൻ വളരെ കൃത്യമായിട്ട് ഓർമ്മിക്കുന്നുണ്ട്. രാഹുൽ എന്റെ സുഹൃത്താണ്, രാഹുൽ നവീകരിക്കപ്പെടണം, രാഹുലിനെതിരെ എനിക്ക് പരാതിയില്ല എന്നാ പറഞ്ഞു. നമ്മളൊക്കെ വിചാരിച്ചതാണ് രാഹുൽ നവീകരിക്കപ്പെടണം എന്നൊരു സഹോദരി എന്ന് പറയുന്ന സമയത്ത് സ്വാഭാവികമായി നമ്മൾ ഞാനൊക്കെ പ്രതീക്ഷിച്ചതായിരുന്നു, നവീകരിക്കപ്പെടണം, സുഹൃത്താണ്, അയാൾക്ക് ചില ഇത്രയും പരാതികൾ എഴുതി കിട്ടിയ VD സതീശനും സണ്ണി ജോസഫും ഒക്കെ അത് നവീകരിക്കാനുള്ള ട്രെയിനിങ് കൊടുത്തോണ്ടിരിക്കുകയായിരുന്നു. അല്ല, ഞങ്ങൾക്ക് കിട്ടിയ സമയത്ത് മറ്റൊരു രാഷ്ട്രീയ പ്രസ്ഥാനവും ചെയ്യാത്തത് ഡോക്ടർ ലാൽ കോൺഗ്രസ് ചെയ്തിട്ടുണ്ട്. ഞങ്ങൾ ആ പരാതി എടുത്ത് നേരെ DGP-ക്ക് കൊടുത്തിട്ടുണ്ട്. പാലക്കാട്ടെ CPM-ന്റെ സഹപ്രവർത്തകയായ ഒരു DYFI നേതാവിനെ പാർട്ടി ആഫീസിൽ വെച്ച് പാർട്ടിയുടെ MLA പീഡിപ്പിച്ച വാർത്ത നിങ്ങൾക്ക് കിട്ടിയ സമയത്ത് നിങ്ങൾ അന്വേഷണ കമ്മീഷൻ വെച്ചതല്ലേ? ആ അന്വേഷണ കമ്മീഷൻ വെച്ച് ദീർഘകാലം ശ്രീമതി ഉൾപ്പെടെയുള്ള AK ബാലനും ശ്രീമതിയും ഉൾപ്പെടെയുള്ള ആളുകൾ അന്വേഷണ നിങ്ങൾ ഈ കാര്യത്തിൽ അന്വേഷണ കമ്മീഷനെയും വെച്ചില്ല, നടപടിയും എടുത്തില്ല, നവീകരിക്കാനുള്ള ട്രെയിനിങ് കൊടുത്തുകൊണ്ടിരിക്കുകയായിരുന്നു. അയാൾ നവീകരിച്ച് കൂടുതൽ അതിജീവിതമാരെ ഉണ്ടാക്കി, അവരെയൊക്കെ ദ്രോഹിച്ചു. കുറെ സ്ത്രീകൾക്ക് അവരുടെ മാനം പോയി, അവർക്ക് ജീവിക്കാൻ കഴിയാത്ത അവസ്ഥയായി. ഇതാണ് സംഭവിച്ചത്. ലാൽ, ഇതിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ സ്റ്റാൻഡ് ഞാൻ പറഞ്ഞു കഴിഞ്ഞു. ഞങ്ങൾക്ക് അയാളുമായിട്ട് യാതൊരു തരം ബന്ധവുമില്ല. ഞങ്ങൾ പാർട്ടിയിൽ നിന്ന് പുറത്താക്കി, അയാളെ തലയിൽ വെച്ച് കൊണ്ടുനടക്കാൻ ഞങ്ങൾ ഉദ്ദേശിക്കുന്നില്ല. ഇനി ലാൽ എന്ത് വേണമെങ്കിൽ പറയാം. ഞാൻ വെറുതെ എന്തിനാണ് എന്റെ ഊർജം കളയുന്നത്? ഞാൻ നിജേഷിനെ എന്തിനാണ് വെറുതെ ബുദ്ധിമുട്ടിക്കുന്നത്? ഞാൻ മറ്റുള്ളവരോട് ചോദിക്കട്ടെ. ഹണി ഭാസ്കരൻ ഞാൻ പറയാം. അല്ല ലാൽ, എനിക്ക് ഒരു ബുദ്ധിമുട്ടുമില്ല. വ്യക്തിപരമായിട്ട് നിങ്ങൾ പറയുകയാണെങ്കിൽ ലാൽ, ഒറ്റ കാര്യം, വ്യക്തിപരമായി നിങ്ങൾ പറയുകയാണെങ്കിൽ എനിക്ക് ഇതിലൊരു ബുദ്ധിമുട്ടുമില്ല. ഞാൻ തലയിൽ എടുത്തു വെച്ചിട്ടില്ല. ഈ കാലഘട്ടത്തിൽ ഒരിക്കൽ പോലും ഈ ഒരു വിഷയം വന്നതിന് ശേഷം അതേപോലെ ന്യായീകരിച്ചുകൊണ്ടോ ഒരു തരത്തിലും പരസ്യമായ രഹസ്യമായ നിലപാടെടുത്തിട്ടില്ല. അതുകൊണ്ട് എനിക്ക് വ്യക്തിപരമായി എനിക്ക് മനസ്സിലായി നിജേഷിന്റെ പരിമിതി എനിക്ക് മനസ്സിലായി. നിജേഷ് വ്യക്തിപരമായി ഞാൻ ഇതിനോട് യോജിക്കുന്നില്ല എന്ന് പറയുകയാണ്. നേതൃത്വം എടുത്ത നിലപാടിനോട് താങ്കൾക്ക് യോജിപ്പില്ല എന്നാണ് താങ്കൾ പറയുന്നത്. അപ്പോൾ പരസ്യമായി പറയാൻ മടിയില്ലാത്ത എനിക്ക്, പരസ്യമായി എന്റെ ഫേസ്ബുക്കിലൂടെ ആ ദിവസം തന്നെ എന്റെ നിലപാട് വ്യക്തമാക്കിയ എനിക്ക് ഞാൻ ആരെ പേടിക്കണം? ശരി, അപ്പോൾ ഈ രാഹുൽ മാങ്കൂട്ടത്തിൽ MLA സ്ഥാനം രാജിവെക്കണമെന്ന് നിജേഷ് അരവിന്ദിന് വ്യക്തിപരമായി തോന്നുന്നുണ്ടോ? അത് പാർട്ടി പറയട്ടെ, പാർട്ടി ആലോചിച്ച് പറയട്ടെ. നിജേഷ് വ്യക്തിപരമായി ആലോചിക്കണം എന്ന കാര്യം പാർട്ടിയാണോ പറയേണ്ടത്? പാർട്ടിക്ക് എന്താ പറയാൻ പറ്റാത്തത്? ഞാൻ എന്നെ വിളിച്ചത് എന്റെ വ്യക്തിപരമായ കാര്യം ചോദിക്കാൻ അല്ലല്ലോ ഞാൻ വിളിച്ചത്. പാർട്ടിയുടെ അഭിപ്രായമല്ലേ. പാർട്ടിയുടെ അഭിപ്രായം എന്താണ് എന്നോട് പറഞ്ഞിരിക്കുന്നത്? എന്നെ ഈ പറയാൻ ഏൽപ്പിച്ചിരിക്കുന്നത് പാർട്ടി അയാളെ പുറത്താക്കി കഴിഞ്ഞു. പാർട്ടിയുമായിട്ട് അയാൾക്ക് ഒരു ബന്ധവുമില്ല. അപ്പൊ നാളെ നിയമസഭയ്ക്കകത്ത് നേരത്തെ സ്പീക്കർ പറഞ്ഞതുപോലെ ഏതെങ്കിലും കാര്യങ്ങൾ വന്നു കഴിഞ്ഞാൽ അവിടെ തീരുമാനമെടുക്കും. ശരി, ഞാൻ തിരിച്ചു വരാം. ഹണി ഭാസ്കരൻ എന്തായാലും കേട്ടല്ലോ. ഞാൻ ആവർത്തിച്ച് ചോദിച്ചിട്ടും കോൺഗ്രസ് വക്താവ് നിജേഷ് അരവിന്ദിന് പാർട്ടി കൊടുത്തിരിക്കുന്ന നിർദ്ദേശം
രാഹുൽ മാങ്കൂട്ടത്തിൽ രാജിവെക്കണമെന്ന് വ്യക്തിപരമായി പോലും പറയരുത് എന്നാണ് അദ്ദേഹത്തോട് പാർട്ടി പറഞ്ഞിരിക്കുന്നതാണത്. അത് ഇവിടെ വ്യക്തമാക്കിയതാണ്. രാഹുൽ മാങ്കൂട്ടത്തിൽ രാജിവെക്കണമെന്ന് ഒരക്ഷരം അദ്ദേഹം പറയുന്നില്ല. അതേസമയം ഇന്ന് ഈ പരാതിയുടെ പുറത്ത്, ഈ പരാതിയല്ല, 2 പരാതികൾ നേരത്തെ ഉണ്ടായിട്ടുണ്ട്. ആ പരാതികളുടെ പുറത്ത് സർക്കാർ എടുത്ത നിലപാട് നമ്മൾ കണ്ടതാണ്. അത് നിയമപരമായി ഏത് വഴിയിൽ നിൽക്കുന്നു എന്ന് കണ്ടതാണ്. സർക്കാരിൻ്റെ പോലീസ് കൃത്യമായ SIT അക്കാര്യത്തിൽ കൃത്യമായി പഠിച്ച് ഇപ്പോൾ ഇതാ 3ാമത്തെ പരാതിയുടെ കാര്യത്തിൽ കൃത്യമായി നിലപാടെടുത്ത് ഇതാ അഴിക്കുള്ളിലാക്കിയിരിക്കുന്നു ആ പീഡന വീരനെ. നിങ്ങൾ ഈ 2 നിലപാടുകളെയും എങ്ങനെയാണ് കാണുക ഹണി ഭാസ്കരൻ, ഈ സർക്കാരിൻ്റെയും ഈ കോൺഗ്രസിൻ്റെയും? കോൺഗ്രസിൻ്റെ ഭാഗത്തു നിന്ന് ഇപ്പം സംസാരിച്ച നിജേഷ്, അദ്ദേഹത്തിന് ഞാൻ ശ്രദ്ധാപൂർവം കേൾക്കുകയായിരുന്നു. വ്യക്തിപരമായിട്ട് MLA സ്ഥാനം രാഹുൽ രാജിവെക്കണോ എന്നുള്ള കാര്യത്തിൽ അഭിപ്രായം പറയാൻ പോലും അദ്ദേഹത്തിന് സാധിക്കുന്നില്ല എന്നുള്ളത് എനിക്ക് വ്യക്തിപരമായിട്ട് വലിയ ഞെട്ടലൊന്നും ഉണ്ടാക്കുന്നില്ല. കാരണം കോൺഗ്രസിൻ്റെ ഒരു നിലപാട് ഈ വിഷയത്തിൽ നമ്മൾ തുടക്കം മുതലേ കണ്ടതാണ്. അവർക്ക് ഏതവസരത്തിലാണ് അവർ പാർട്ടിയിൽ നിന്ന് രാഹുലിനെ പുറത്താക്കാൻ പോലുമുള്ള ഒരു തീരുമാനമെടുക്കുന്നത്? എല്ലാ സമ്മർദ്ദങ്ങൾക്കും ഒടുവിൽ ഗതികെട്ട ഒരു അവസ്ഥയിലെത്തിയപ്പോഴാണ് അവർ രാഹുലിനെ കോൺഗ്രസിൽ നിന്ന് പുറത്താക്കാനുള്ള ഒരു തീരുമാനത്തിലേക്ക് എത്തുന്നത് തന്നെ. അതുകൊണ്ട് ഇപ്പം ഷാഫി ആയാലും ശരി, സ്വന്തം ചങ്ങാതിയെ തള്ളിപ്പറയാനുള്ള ഒരു ആർജവം ഷാഫിയെ പോലത്തെ ഒരു നേതാവ് പോലും കാണിച്ചിട്ടില്ല. VD സതീശനൊക്കെ ഈ കാര്യത്തിൽ വളരെ ശക്തമായ മൗനവുമായിട്ട് മുൻപോട്ട് പോവുകയാണ്. സോ എനിക്ക് നിജേഷ് പറഞ്ഞ കാര്യത്തിൽ വലിയ ഒരു അത്ഭുതമൊന്നും തോന്നുന്നില്ല. കോൺഗ്രസിൻ്റെ എക്കാലത്തെയും നിലപാട് എന്ന് പറയുന്നത് ഈ മലക്കമറിച്ചിൽ തന്നെയാണ്. പിന്നെ ഇന്നത്തെ ഈ ഒരു അറസ്റ്റിനെ കുറിച്ച് പറയുകയാണെങ്കിൽ സർക്കാരിനെ തീർച്ചയായിട്ടും അഭിനന്ദിക്കേണ്ടതുണ്ട്. കാരണം ഈ കേസുമായിട്ട് മുൻപോട്ട് പോകുന്ന സമയത്ത് ഞാനടക്കമുള്ള സ്ത്രീകൾക്ക് അതിൻ്റെ റിസൾട്ട് കണ്ടപ്പോൾ ഉണ്ടായിട്ടുള്ള ഒരു വലിയ നിരാശയുണ്ടായിരുന്നു. ഞാൻ നേരത്തെയും മീഡിയ ചോദിച്ച സമയത്ത് റിപ്പീറ്റഡ്ലി പറഞ്ഞ ഒരു കാര്യമുണ്ട്. സ്ത്രീകൾക്ക് എവിടെയാണ് ഒരു ഇടം എന്നുള്ള രീതിയിലേക്ക് വലിയ ആശങ്ക എന്നെപ്പോലെയുള്ള സ്ത്രീകൾക്ക് നിയമ നടപടികളുമായിട്ട് ഈ വിക്ടിംസ് മുൻപോട്ട് പോകുമ്പം തോന്നിയിട്ടുണ്ടായിരുന്നു. കാരണം എവിടെയൊക്കെയോ മറഞ്ഞിരുന്നിട്ട് രാഹുൽ ഈ പറയുന്നത് പോലെ ജാമ്യാപേക്ഷ കൊടുക്കുകയും ആ രീതിയിൽ ഒരു പോസിറ്റീവായിട്ടുള്ള ഒരു റിസൾട്ട് സമൂഹത്തിന്, എന്നെപ്പോലെയുള്ള ഞങ്ങളെപ്പോലെയുള്ള മനുഷ്യർ എന്താണോ അവൾക്കൊപ്പം നിന്നിട്ട് പ്രതീക്ഷിക്കുന്നത്, അത്തരത്തിലുള്ള ഒരു റിസൾട്ട് വരാതിരിക്കുന്ന സമയത്ത് വലിയ രീതിയിലുള്ള സങ്കടവും നിരാശയും ഒക്കെ തോന്നിയിട്ടുണ്ടായിരുന്നു. അപ്പോഴാണ് വളരെ ജാഗ്രതാപൂർവം നമ്മുടെ സർക്കാർ നിയമ നടപടികളുമായിട്ട് വളരെ സൂക്ഷ്മമായിട്ട് പഠിച്ചു തന്നെ മുൻപോട്ട് പോവുകയും മീഡിയയ്ക്ക് പോലും, ഞാൻ അങ്ങനെയാണ് മനസ്സിലാക്കുന്നത്, മീഡിയയ്ക്ക് പോലും യാതൊരുവിധ തുമ്പും കൊടുക്കാത്ത രീതിയിൽ വളരെ ജാഗ്രതയിൽ ആ ഓപ്പറേഷൻ നടത്തുകയും കൃത്യമായിട്ട് ഒരു പീഡന വീരനെ, അതിനൊക്കെ അപ്പുറത്തേക്ക് അയാളൊരു സീരിയൽ റേപ്പിസ്റ്റാണ്, വളരെ ബ്രൂട്ടലായിട്ട് സ്ത്രീകളെ സമീപിക്കുകയും ഇപ്പം ഇത് ഞാനിപ്പോൾ നിയമസഭാ പുസ്തകോത്സവത്തിലാണുള്ളത്. കേസിൻ്റെ വലിയ ഡീറ്റെയിൽസ് ഒന്നും ഞാൻ മനസ്സിലാക്കിയിട്ടില്ല. എങ്കിലും എനിക്ക് കിട്ടിയ കുറച്ച് വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ, അല്ലെങ്കിൽ ഇപ്പോൾ ഈ ചാനൽ ചർച്ചയിൽ അഡ്വക്കേറ്റ് അരുൺകുമാർ അടക്കം പറഞ്ഞിട്ടുള്ള കാര്യങ്ങളുടെ വ്യക്തതയിൽ നിന്നാണ് ഞാൻ സംസാരിക്കുന്നത്. ഈ ഒരു അറസ്റ്റ് ഇപ്പം ഞാനടക്കമുള്ള സ്ത്രീകൾക്ക് ഉണ്ടാക്കിയിട്ടുള്ള വലിയൊരു പോസിറ്റീവ് എനർജി ഉണ്ട്. കാരണം എന്നെപ്പോലെയുള്ള സ്ത്രീകൾ വിക്ടിമിൻ്റെ കൂടെ നിൽക്കുമ്പോൾ ഈ സൈബർ വെട്ടുകിളിക്കൂട്ടം, കോൺഗ്രസിൻ്റെ സൈബർ വിങ് എന്ന് പറയുന്നത് ഈ സ്ത്രീകൾക്കെതിരെ വളരെ മോശമായിട്ട് സ്ലട്ട് ഷെയ്മിങ് നടത്തിക്കൊണ്ട് വലിയ രീതിയിലുള്ള സൈബർ അറ്റാക്കാണ് നടത്തിയിട്ടുണ്ടായിരുന്നത്. ഞാനടക്കം അതിൻ്റെ ഇരയാണ്. വലിയ രീതിയിലുള്ള സൈബർ അറ്റാക്ക് വിക്ടിമിൻ്റെ കൂടെ നിന്നതിൻ്റെ പേരിൽ നേരിട്ടിട്ടുള്ള സൈബർ സ്പേസിൽ നേരിട്ടിട്ടുള്ള ഒരാളാണ് ഞാൻ. അപ്പോൾ 10 പേർക്കെതിരെ ഞാൻ കേസ് കൊടുത്തിട്ട് ആ കേസുമായിട്ട് ഞാൻ മുൻപോട്ട് പോകുന്നുമുണ്ട് ഈ വിഷയത്തിൽ. സോ ഇന്നത്തെ ഈ റിസൾട്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സന്തോഷം തരുന്ന ഒരു കാര്യമാണ്. അവൾക്കൊപ്പം എന്ന് വീണ്ടും വീണ്ടും സർക്കാർ ആവർത്തിക്കുന്ന ഒരു കാഴ്ചയാണ് കാണാൻ വേണ്ടി പറ്റുന്നത്. നീതിയിലേക്കുള്ള ആദ്യത്തെ സ്റ്റെപ്പായിട്ടാണ് സർക്കാരിൻ്റെ നിയമത്തിൻ്റെ ഈ നടപടിയെ ഞാൻ നോക്കിക്കാണുന്നത്. ഞാനടക്കമുള്ള സ്ത്രീകൾക്ക് തീർച്ചയായിട്ടും, അല്ലെങ്കിൽ ഞാനടക്കമുള്ള സ്ത്രീകൾ എന്ന് ഞാൻ പറയുന്നില്ല, ഇരയ്ക്കൊപ്പം നിൽക്കുന്ന, വിക്ടിമിനൊപ്പം നിൽക്കുന്ന മനുഷ്യർക്ക് ഒരു വലിയ പ്രതീക്ഷയാണ് ഈ സർക്കാർ മുൻപോട്ട് വെച്ചിട്ടുള്ളത്, ഈ വിഷയത്തിലൂടെ മുൻപോട്ട്
വെച്ചിട്ടുള്ളത്. ഈ ഒരു കാരണം കൊണ്ട് തന്നെ കൂടുതൽ സ്ത്രീകൾ രാഹുലിൻ്റെ വിഷയത്തിൽ മാത്രമല്ല ഇത്തരത്തിൽ പല രീതിയിലുള്ള സെക്ഷൽ അസോൾട്ട് നേരിട്ടിട്ടുള്ള പല സ്ത്രീകളും സർക്കാരിനെ എന്താ പറയുക, സർക്കാരിൻ്റെ ഭാഗത്ത് നിന്ന് അവരെ സർക്കാർ കൂടെ ഉണ്ടാകുമെന്നുള്ള ഒരു ഉറപ്പോടുകൂടി മുൻപോട്ട് വരും, സർക്കാർ കൂടെ നിൽക്കുമെന്നുള്ളത് തന്നെയാണ് ഇന്നത്തെ ഈ ഒരു അറസ്റ്റ് കൊണ്ട് ഞാൻ മനസ്സിലാക്കുന്നത്. ഹണി ഭാസ്കരൻ, ഇപ്പോൾ സർക്കാർ ഈ നിലയ്ക്ക് മുന്നോട്ട് പോകുമ്പോൾ നിയമസഭ കടുത്ത നടപടിയുമായി മുന്നോട്ട് പോകുന്നു എന്നാണ് സ്പീക്കർ എന്ന് പറഞ്ഞ കാര്യങ്ങളിൽ നിന്നൊക്കെ മനസ്സിലാകുന്നത്. നിയമോപദേശം തേടുകയാണ് സ്പീക്കർ. ഇയാളിനി ഇതുപോലെ പ്രവൃത്തി ചെയ്ത ഒരാൾ ഒരു നിയമസഭാ അംഗമായി ജനപ്രതിനിധിയായി തുടരുക എന്നുള്ളത് അത് നിയമസഭയ്ക്ക് ആശാസ്യമായിട്ടുള്ള കാര്യമല്ല. അവിടെ ആ രീതിയിൽ കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നു. യുവജന പ്രസ്ഥാനങ്ങളും മറ്റ് രാഷ്ട്രീയ പാർട്ടികളും ഉത്തരവാദിത്തപ്പെട്ടവരൊക്കെ MLA സ്ഥാനം രാജിവെക്കണമെന്ന് പറഞ്ഞ് പ്രതിഷേധത്തിൽ തന്നെയാണ്. ഇത്രയൊക്കെ വന്നിട്ടും ഇപ്പോഴും കോൺഗ്രസ് എടുത്ത നിലപാടാണല്ലോ നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതിൽ അത്ഭുതമില്ല എന്ന് താങ്കൾ പറയുന്നുമുണ്ട്. താങ്കൾ എങ്ങനെയാണ് ഈ MLA സ്ഥാനം രാജിവെക്കുന്നതിനെക്കുറിച്ചുള്ള രാഹുലിൻ്റെ മുന്നോട്ടുള്ള ദിവസങ്ങളെ കാണുന്നത്? ഞാൻ എൻ്റെ ആദ്യത്തെ രാഹുലിനെതിരെയുള്ള ഫേസ്ബുക്ക് പോസ്റ്റിൽ തന്നെ പറഞ്ഞിട്ടുണ്ട്, രാഹുൽ എന്ന് പറയുന്നത് ഒരു രാഷ്ട്രീയ മാലിന്യമാണ്. റിപ്പീറ്റഡ്ലി എനിക്കത് പറയാൻ പറ്റുന്ന ഒരു കാര്യമാണ്. അത് മുൻപേ തന്നെ നമുക്ക് ഇതിനു മുൻപേ വന്നിട്ടുള്ള അതിജീവിതമാരുടെ വാക്കുകളിൽ നിന്ന് പോലും ഇയാളൊരു പെർവേർട്ടാണെന്നും അബ്യൂസറാണെന്നും മാനിപ്പുലേറ്റർ ആണെന്നും ഒക്കെ വ്യക്തമായ സമയത്തും ഈ സൈബർ വെട്ടുകിളിക്കൂട്ടം ഈ വിക്ടിമിനെ അറ്റാക്ക് ചെയ്തുകൊണ്ടിരുന്നത് ആദ്യത്തെ സ്ത്രീയെക്കുറിച്ച് വിവാഹിതയല്ലേ എന്ന് പറഞ്ഞു, രണ്ടാമത്തെ സ്ത്രീയുടെയും വായടപ്പിച്ചു, മൂന്നാമത്തെ കേസിലും അവർ പുതിയ കാര്യങ്ങളുമായിട്ട് മുൻപോട്ട് വരുമെന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. കാരണം ഇത് കോൺഗ്രസിൻ്റെ ഭാഗത്തു നിന്നുള്ള ഒരു MLA ആണ്. സോ അവർ സ്ത്രീകളെ നേരിടുന്നത് ഈ വിധമാണ് എന്നുള്ളത് നമ്മൾ ഈ കേസിൽ മാത്രമല്ല പല കാര്യങ്ങളിലും നമുക്ക് മനസ്സിലായിട്ടുള്ള ഒരു കാര്യമാണ്. രാഹുൽ മാങ്കൂട്ടം എന്ന് പറയുന്ന വ്യക്തി കാലം അത്രയും അദ്ദേഹത്തെ വോട്ട് ചെയ്ത് വിജയിപ്പിച്ചിട്ടുള്ള മനുഷ്യരോട് കാണിച്ചിട്ടുള്ളത് വലിയ രീതിയിലുള്ള അനീതിയാണ്. കാരണം ഒരു പൊളിറ്റിക്കൽ സ്പേസ് അല്ലെങ്കിൽ പൊളിറ്റിക്കൽ പ്രിവിലേജ് ഉപയോഗിച്ചുകൊണ്ടാണ് അയാൾ ഇക്കാലം അത്രയും ഇരപിടിച്ച് നടന്നുകൊണ്ടിരുന്നത്. നേരത്തെ അഡ്വക്കേറ്റ് അരുൺകുമാർ പറഞ്ഞിട്ടുള്ള ഒരു കാര്യം ഞാൻ എടുത്തു പറയുകയാണ്. കോൺഗ്രസ് ഇത്ര കാലം രാഹുലിൻ്റെ കാര്യത്തിൽ ചെയ്തുകൊണ്ടിരുന്നത് ഇയാളെക്കുറിച്ച് കൃത്യമായിട്ടുള്ള നിർദ്ദേശങ്ങൾ MA ഷഹനാസ് അടക്കമുള്ള ആളുകൾ, ഷാഫിയോടക്കം അല്ലെങ്കിൽ VD സതീശനൊക്കെ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ ഈ സ്വഭാവത്തെക്കുറിച്ച് കൃത്യമായിട്ടുള്ള ധാരണയുണ്ടായിട്ടും എന്താണ് നവീകരിക്കാൻ വേണ്ടിയിട്ട് ഇയാളെ അവിടെ ഇരുത്തുകയായിരുന്നു എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇയാൾക്ക് ഒരു വേട്ടക്കാരനാവാനുള്ള ഏറ്റവും വലിയൊരു വൈഡ് ആയിട്ടുള്ള ഒരു സ്പേസ് ഒരുക്കി കൊടുത്തുകൊണ്ട് ഇരകളെ ഇയാളുടെ വലയിലേക്ക് വീഴ്ത്താനുള്ള എല്ലാ സ്പേസും ഒരുക്കി കൊടുത്തത് കോൺഗ്രസ് ആണ്. എന്നിട്ട് പോലും മൂന്നാമത് ഒരു അതിജീവിത വന്നിട്ട് ഞാൻ മനസ്സിലാക്കുന്നത് കൃത്യമായിട്ടുള്ള എവിഡൻസോട് കൂടെ മുൻപോട്ട് വന്നിട്ടുണ്ട്. അതിൻ്റെ പേരിലാണ് ഈ അറസ്റ്റ് എന്നുള്ളതാണ്. ഇത്രയും ബോധ്യമുണ്ടായിട്ട് പോലും അയാളെ തള്ളിപ്പറയാൻ ഇൻ ദ സെൻസ് MLA സ്ഥാനം രാജിവെക്കണമെന്ന് ആർജവത്തോടുകൂടെ പറയാൻ കോൺഗ്രസിലുള്ള ഒരു നേതാക്കളോ ഒരു മീഡിയ ചർച്ചയിൽ വന്നിരിക്കുന്ന കോൺഗ്രസിൻ്റെ പ്രതിനിധിക്ക് പോലും സാധിക്കുന്നില്ല എന്ന് പറയുന്നത് ആ കോൺഗ്രസിൻ്റെ ആ ഉളുപ്പില്ലായ്മയാണ് കാണിക്കുന്നത്. രാഹുൽ മാങ്കൂട്ടം ചെയ്യേണ്ടത് ഒരു ജനത്തെ ആകപ്പാടെ, പ്രത്യേകിച്ചും പാലക്കാട് നിന്ന് അദ്ദേഹത്തിന് വേണ്ടിയിട്ട് വോട്ട് ചെയ്ത മുഴുവൻ ജനങ്ങളെയും വഞ്ചിച്ചിട്ടുള്ള ഒരു നേതാവാണ് അയാൾ. ഇക്കാലം അത്രയും വിശ്വസിച്ചിട്ടുള്ള ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിൽ ആ പ്രസ്ഥാനത്തോട് ഏതെങ്കിലും 1% ജനുവിനിറ്റി പുലർത്താൻ അയാൾക്ക് സാധിക്കുമെങ്കിൽ, അയാൾക്ക് കുറച്ചെങ്കിലും ആത്മാഭിമാനമുണ്ടെങ്കിൽ, ഞാൻ അങ്ങനെ അയാൾക്കുണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്ന വ്യക്തിയല്ല, 1% ശേഷിക്കുന്നുണ്ടെങ്കിൽ അയാൾ തീർച്ചയായിട്ടും MLA സ്ഥാനം രാജിവെച്ച് ഈ കേരള സമൂഹത്തോട് മാപ്പ് പറഞ്ഞുകൊണ്ട് പൂർണ്ണമായിട്ടും ഒഴിഞ്ഞു പോകണം എന്നുള്ളതാണ് എൻ്റെ അഭ്യർത്ഥന എന്ന് പറയുന്നത്. യെസ്, ഹണി ഭാസ്കരൻ, ഞാൻ വരാം. എനിക്ക് അല്പസമയം കൂടി താങ്കൾ ഇരിക്കണം. ആ പുസ്തകോത്സവത്തിൻ്റെ തിരക്കിലാണെന്ന് എനിക്കറിയാം. അഡ്വക്കേറ്റ് KS അരുൺകുമാർ, നോക്കൂ, ഈ കാര്യത്തിൽ കേരളം ഇന്ന് രാഷ്ട്രീയമായി രണ്ടായി തിരിഞ്ഞിട്ടുണ്ടോ? അതായത് കോൺഗ്രസിൻ്റെ നിലപാട് സ്ത്രീ സുരക്ഷയുടെ കാര്യത്തിൽ എന്താണ് എന്ന് അവർ ഇപ്പോൾ വ്യക്തമാക്കുകയാണ്. അവർ ഇത്ര സീറ്റുകൾ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കിട്ടാൻ പോകുന്നു എന്ന് വയനാട്ടിൽ വലിയ യോഗം കൂടി തീരുമാനിച്ച് കനകോലുമൊക്കെ പറഞ്ഞ് അതിൻ്റെ ആത്മവിശ്വാസത്തിൽ വന്നു നിൽക്കുന്നൊരു സമയത്താണ് സ്ത്രീ സുരക്ഷയുടെ കാര്യത്തിൽ ഇങ്ങനെ ഓപ്പണായി പറയാൻ അവർക്ക് യാതൊരു മടിയുമില്ലാത്ത ഒരു ഘട്ടമുണ്ടായിരിക്കുന്നത്. അവർ കരുതിയതുപോലെ മറ്റേതൊക്കെയോ വിഷയങ്ങൾ അവരെ മുന്നോട്ട് നയിക്കും എന്ന് കരുതിയെടുത്ത് ഇന്നത്തെ ദിവസം ഈ സർക്കാരിൻ്റെയും ഈ പ്രതിപക്ഷത്തിൻ്റെയും നിലപാടുകൾ തമ്മിൽ രാഷ്ട്രീയമായി കേരളം രണ്ടായി ഇങ്ങനെ തിരിഞ്ഞിരിക്കുന്നു. അതിൽ
ഒരു വെയിറ്റ് കൂടുതൽ ഏത് ഭാഗത്താണെന്ന് നിങ്ങൾക്ക് കൃത്യമായി മനസ്സിലാകുന്നുണ്ട് എന്നതാണോ സാഹചര്യം? ഇതിലിപ്പോൾ കേരളത്തിലെ ഏത് രാഷ്ട്രീയ വിഷയത്തിലും ഏറ്റവും ആദ്യം മത്സരിച്ച് പ്രതികരിക്കുന്നവരാണ് ഇപ്പോഴത്തെ പ്രതിപക്ഷ നേതാവും മുൻ പ്രതിപക്ഷ നേതാവും അതുപോലെ തന്നെ KC വേണുഗോപാലും. ഇന്നിപ്പോൾ KC വേണുഗോപാൽ പറഞ്ഞത് അത് കേരളത്തിലെ നേതാക്കന്മാരോട് ചോദിക്കുക എന്നതാണ്. നിർഭാഗ്യവശാൽ ഈ ചർച്ചയിൽ പങ്കെടുക്കുന്ന കോൺഗ്രസ് പ്രതിനിധിയുടെ വ്യക്തിപരമായ അഭിപ്രായം ചോദിക്കുമ്പോൾ അദ്ദേഹം പറഞ്ഞ മറുപടി, ഞാൻ ഈ ചർച്ചയ്ക്ക് വന്നിരിക്കുന്നത് കോൺഗ്രസിന്റെ നിലപാട് പറയാനാണ്. കോൺഗ്രസിന്റെ നിലപാട് ചോദിക്കുമ്പോൾ അതിലൊരു നിലപാട് പറഞ്ഞിട്ടില്ലല്ലോ, ഞങ്ങൾക്കൊന്നും പറയാനില്ല എന്നതാണ്. ഇത്ര ഗുരുതരമായിട്ടുള്ള ആക്ഷേപം പുറത്തു വന്നിരിക്കുന്ന, തെളിവുകൾ പുറത്തു വന്നിരിക്കുന്ന വോയിസ് ചാറ്റുകളും വോയിസ് മെസ്സേജുകളും വീഡിയോ ക്ലിപ്പിങ്ങുകളും അതുപോലെ തന്നെ മെഡിക്കൽ റെക്കോർഡ്സുകളും എല്ലാം പുറത്തു വന്നിരിക്കുന്ന ഒരു കേസിൽ പോലും നിങ്ങളുടെ മെമ്പർ അല്ല എങ്കിൽ പോലും അയാൾ MLA ആയി കേരളത്തിന്റെ നിയമസഭ പോലുള്ള ഏറ്റവും പരിപാലനപരമായിട്ടുള്ള ഒരു കേന്ദ്രത്തിൽ തുടരുന്നത് ശരിയല്ല എന്ന് പറയാനുള്ള ഒരു ധാർമ്മികമായിട്ടുള്ള ഉത്തരവാദിത്വം ഒരു പൊതുപ്രവർത്തകൻ കാണിക്കുന്നില്ല. നിങ്ങളുടെ മെമ്പർ അല്ലല്ലോ, അപ്പോൾ നിങ്ങൾക്ക് ധൈര്യമായിട്ട് പറയാമല്ലോ അദ്ദേഹം MLA സ്ഥാനം രാജിവെക്കണം. എന്തുകൊണ്ട് പറയുന്നില്ല? ഇടയ്ക്ക് പറഞ്ഞല്ലോ, ആരാ? ശ്രീമതി ബിന്ദു കൃഷ്ണ, ഉമാ തോമസ്, ഷാനിമോൾ ഉസ്മാൻ, കോൺഗ്രസിന്റെ നേതാക്കന്മാർ അഭിപ്രായം രേഖപ്പെടുത്തി. അതേപോലെ തന്നെ KC വേണുഗോപാലിന്റെ ഭാര്യ ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടു. എന്ത്? ഇനി കോൺഗ്രസ് നേതാക്കന്മാരുടെ വീട്ടിലെ സ്ത്രീകൾക്ക് ധൈര്യത്തോടെ മുന്നോട്ട് പോകണമെങ്കിൽ ഈ സാഹചര്യത്തെക്കുറിച്ച് അവർ പറഞ്ഞു. കാരണം വളരെ ഭയപ്പെട്ടാണ് ഞങ്ങൾ വീട്ടിലിരിക്കുന്നത് എന്ന് പറഞ്ഞു. ശ്രീ ഉമാ തോമസ് പ്രതികരിച്ചത്, എൻ്റെ വീട്ടിലും എൻ്റെ മകന്റെ കുട്ടികളുണ്ട്, അവർ 1.5 വയസ്സുള്ള പെൺകുട്ടികളാണ്, ഞങ്ങൾക്കും ധൈര്യത്തോടെ ജീവിക്കണ്ടേ എന്നാണ് ചോദിച്ചത്. ഇത്തരത്തിൽ ആദ്യ പ്രതികരണം നടത്തിയ വനിതാ നേതാക്കന്മാരെ വരെ എത്ര ക്രൂരമായിട്ടാണ് കോൺഗ്രസിന്റെ സൈബർ വെട്ടുകളി കൂട്ടം ആക്രമിച്ചത് എന്ന് നമ്മൾ കണ്ടതാണ്. അത്തരത്തിലുള്ള ആക്രമണം തുടർച്ചയായിട്ടുണ്ടായപ്പോഴും ഇവിടെ നേതാക്കന്മാരെല്ലാം പൂർണ്ണമായിട്ടുള്ള സംരക്ഷണം കൊടുക്കുന്നത് നമ്മൾ കണ്ടു. ഇപ്പോൾ എന്തുകൊണ്ട് കോൺഗ്രസിന് പ്രതികരിക്കാൻ കഴിയുന്നില്ല? എന്തുകൊണ്ട് കോൺഗ്രസിന്റെ നേതാക്കന്മാർ ഇപ്പോഴും സംരക്ഷിക്കുന്നു? ഞാൻ ആദ്യം ചോദിച്ചൊരു ചോദ്യമുണ്ടല്ലോ, ഇവിടെ VD സതീശന് പരാതി കിട്ടുമ്പോൾ ഒരു പിതാവിന്റെ സ്ഥാനത്ത് നിന്നുകൊണ്ട് ഞാൻ നടപടി സ്വീകരിച്ചു എന്ന് പറയുമ്പോൾ ശരിയായ മാതൃകാപരമായ ഒരു നടപടി സ്വീകരിച്ചിരുന്നുവെങ്കിൽ എത്രയോ പെൺകുട്ടികൾ രക്ഷപ്പെട്ടേനെ, എത്രയോ അതിജീവിതമാർ രക്ഷപ്പെട്ടേനെ, എത്രയോ കുട്ടികൾ ഇത്തരത്തിൽ ഭ്രൂണഹത്യക്ക് വിധേയമാകാത്ത ഒരു സാഹചര്യം നമുക്ക് ഉറപ്പുവരുത്താൻ കഴിയുമായിരുന്നു. ഇപ്പോഴും ഇരയ്ക്കൊപ്പവും വേട്ടക്കാരനൊപ്പവും അവർ സഞ്ചരിക്കുകയാണ്. ഇരയ്ക്കും വേട്ടക്കാരനൊപ്പം സഞ്ചരിച്ചുകൊണ്ട് അതിജീവിതമാരെ ക്രൂരമായി ആക്രമിക്കുന്ന കാഴ്ച നാം കാണുകയാണ്. ഇത് മാത്രമല്ല, ഇവിടെ രാഷ്ട്രീയ ലക്ഷ്യത്തിന് വേണ്ടി ഇപ്പോൾ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് തുടർച്ചയായ കാര്യങ്ങൾ വന്നു. ഏറ്റവും ആദ്യം വ്യാജ ID കാർഡ്. അവരുടെ യൂത്ത് കോൺഗ്രസിന്റെ തെരഞ്ഞെടുപ്പിൽ തന്നെ വ്യാജ ID കാർഡ് ഉപയോഗിച്ചുകൊണ്ട് തെരഞ്ഞെടുപ്പിന് നേരിട്ടു. രണ്ടാമത് ചൂരൽമല മുണ്ടക്കൈയുമായി ബന്ധപ്പെട്ടുകൊണ്ട് കോടിക്കണക്കിന് രൂപ ശേഖരിച്ചിട്ടും ഇതുവരെ ഒരു തറക്കല്ല് പോലും ഇടാൻ കഴിയാതെ യൂത്ത് കോൺഗ്രസ് അധംപതിക്കും നാം കണ്ടു. അടുത്ത കാലത്ത് ഉയർന്നു വന്ന എത്രയോ രാഷ്ട്രീയപരമായിട്ടുള്ള ആരോപണങ്ങളാണ് ഉയർന്നു വന്നത്. ഈ ഘട്ടത്തിലെല്ലാം ഇത്തരത്തിൽ ക്രിമിനൽ സ്വഭാവമുള്ളവരെ സംരക്ഷിക്കുന്ന നിലപാട് തന്നെയാണ് കോൺഗ്രസ് സ്വീകരിച്ചത്. അതുകൊണ്ട് കോൺഗ്രസിന് അതിന്റെ ഉത്തരവാദിത്വത്തിൽ നിന്ന് ഒഴിഞ്ഞു പോകാൻ കഴിയില്ല. എനിക്ക് ഈ ചർച്ചയുടെ ഭാഗമായി കുറച്ച് കാര്യങ്ങൾ കൂടി പറയണമെന്നുണ്ട്. ഇതിന്റെ FIR-ഉം റിമാൻഡ് റിപ്പോർട്ടും എല്ലാം നമ്മുടെ മുന്നിലുണ്ടല്ലോ. ഈ പൊതുസമൂഹത്തിൽ പറയാൻ പറ്റാത്ത തരത്തിലുള്ള വാചകങ്ങൾ തന്നെയല്ലേ ഇതിൽ ആവർത്തിച്ചിരിക്കുന്നത്. ഓരോ വീട്ടിലും ഈ ചർച്ച കേൾക്കുന്നത് കുടുംബമായിട്ടിരുന്നിട്ടാണ്, കുട്ടികളും അമ്മയും അമ്മമാരും എല്ലാമാണ്. അവരുടെ മുന്നിലേക്ക് പറയാൻ കഴിയാത്ത എത്ര ഗുരുതരമായിട്ടുള്ള ആരോപണമാണ് ഓരോ ദിവസവും പുറത്തു വരുന്നത്. ഒരു പൊതുപ്രവർത്തകന് എങ്ങനെയാണ് ഇങ്ങനെയൊക്കെ പ്രവർത്തിക്കാൻ കഴിയുക? സമൂഹത്തിന് മാതൃകാപരമായി പ്രവർത്തിക്കേണ്ടവരല്ലേ പൊതുപ്രവർത്തകർ? അടുത്ത കാലത്ത് ചില വാചകങ്ങൾ വായിച്ചിട്ടുണ്ട്. ഇവിടെ ഒരു പൊതുപ്രവർത്തകർ, ലക്ഷക്കണക്കിന് ആളുകൾ കണ്ണിലെ കൃഷ്ണമണി പോലെ സംരക്ഷിക്കുന്ന തരത്തിലേക്കാണ് പൊതുപ്രവർത്തകരുടെ ഓരോ പെരുമാറ്റവും പ്രവർത്തനവും മാറേണ്ടത്. ഒരു ചെറിയ ശ്രദ്ധക്കുറവ് വന്നാൽ അവന്റെ രാഷ്ട്രീയ ഭാവിയെ തന്നെ ബാധിക്കും. ഇത്ര ഗൗരവത്തോടെ ഇടപെടേണ്ട പൊതുപ്രവർത്തന മേഖലയിലാണ് ഇത്ര ഗുരുതരമായിട്ടുള്ള ഇടപെടൽ തുടർച്ചയായി ചെയിൻ ഓഫ് ഇൻസിഡന്റ് പോലെ അതിജീവിത 1, 2, 3 എന്ന രൂപത്തിൽ വിശേഷിപ്പിക്കേണ്ട സാഹചര്യത്തിലേക്ക് പോയിരിക്കുന്നത്. ഇനി നാളെയും മറ്റന്നാളും എത്രയോ കേസുകൾ, ഗുരുതരമായിട്ടുള്ള കേസുകൾ പുറത്തു വരും എന്നതാണ് മനസ്സിലാക്കുന്നത്. കാരണം അതിജീവിതമാർ ചേർന്നുകൊണ്ട് ഒരു വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ടാക്കിയിരിക്കുന്നു. അവർ അവരുടെ വേദന പങ്കുവെക്കുന്ന ഒരു സാഹചര്യമാണ്. അതുകൊണ്ട് കോൺഗ്രസ് എത്ര സംരക്ഷിച്ചാലും, നിലപാട് വ്യക്തമാക്കാതിരുന്നാലും, അതുപോലെ ഇത്ര ഗുരുതരമായിട്ടുള്ള ആരോപണം വന്നിട്ടും ഒന്ന് രാജിവെക്കണമെന്ന് പോലും പറയാനുള്ള ഒരു സാമാന്യ മര്യാദ കാണിച്ചാലും ഇതെല്ലാം കേരളത്തിലെ ജനങ്ങൾ വളരെ ഗൗരവത്തോടെ കാണുകയാണ്. ഈ കോൺഗ്രസിന്റെ ഭരണത്തിൽ സ്ത്രീകൾക്കെതിരായിട്ടുള്ള അതിക്രമത്തിന്റെ എണ്ണം തോതൊക്കെ നമ്മുടെ മുന്നിലുണ്ട്. സ്ത്രീകൾക്ക് ഒരു സംരക്ഷണവും ഈ കോൺഗ്രസ് പാർട്ടിയിൽ നിന്നും അതിന്റെ ഉള്ളിലും കിട്ടില്ല എന്ന് വ്യക്തമാക്കുന്ന സാഹചര്യങ്ങളാണ്. ഇതിന് കോൺഗ്രസ് മറുപടി പറഞ്ഞേ പറ്റൂ. ശരി, നിജേഷ് അരവിന്ദ്, ഇത് നോക്കൂ, നിങ്ങൾ ആരെ വേണമെങ്കിലും ഭയപ്പെട്ടോളൂ,
നിങ്ങൾ എന്ത് വേണമെങ്കിലും പറഞ്ഞ് ജനങ്ങളത് നിങ്ങളെ അംഗീകരിച്ചോളും എന്ന് നിങ്ങൾ അവകാശപ്പെട്ടോളൂ. നിങ്ങൾ പക്ഷെ നോക്കൂ, ഇപ്പം തന്നെ ഹണി ഭാസ്കറിനെ പോലെയുള്ള സ്ത്രീകൾ എന്താണ് പറയുന്നതെന്നുള്ളത് അങ്ങയുടെ മുമ്പിൽ ഒരു ചർച്ചയിൽ ഇരുന്നു കൊണ്ട് പറയുന്ന കാര്യങ്ങൾ കേട്ടല്ലോ. നിങ്ങൾ എടുക്കുന്ന നിലപാടുകളോടുള്ള സമീപനം, സർക്കാർ എടുത്ത നിലപാട്, പോലീസ് ഇപ്പോൾ കൈക്കൊണ്ട ഇക്കാര്യത്തിലെടുത്ത നിലപാട്, അതിന് കൈയടിക്കുമ്പോൾ അതൊരു നല്ല സന്ദേശവും സൂചനയുമായി അവർ കാണുമ്പോൾ നിങ്ങൾക്കെന്താണ് തോന്നുന്നത്? ചുരുങ്ങിയ പക്ഷം നിങ്ങൾ മറ്റേ ഭാഗം രാഹുലിനെ രാജിവെക്കണമെന്ന് പറയണ്ട, പക്ഷെ പോലീസ് ഇങ്ങനെയൊരു കൃത്യത്തിൽ ഇടപെട്ടുകൊണ്ട് ഈ SIT ഇന്ന് വെളുപ്പിന് അറസ്റ്റ് ചെയ്ത ഈ രാഹുൽ മാങ്കൂട്ടത്തലിനെ കുറിച്ചുള്ള ഈ നടപടി ഉണ്ടല്ലോ, അതിനെ നിങ്ങൾ എങ്ങനെയാണ് കാണുന്നത്? അതെ, ഇത്രകാലം പോലീസ് എന്ത് ചെയ്യുകയായിരുന്നാ ഞങ്ങൾ തന്നെ ചോദിച്ചത്. ഈ കാര്യങ്ങൾ വന്നപ്പോ ശ്രീമതി ഹണി ഭാസ്കർ കോൺഗ്രസിലേക്ക് പരാതി വന്നു, ഞങ്ങൾ അത് DGPക്ക് കൊടുത്തു. നിങ്ങൾ കേട്ടല്ലോ. ഞാൻ ഹണി ഭാസ്കറോട് ചോദിക്കുന്നു, മുകേഷ് MLA ഇന്നും നിയമസഭയ്ക്കകത്താണ്. ഇതേ മുകേഷ് MLAയുടെ ഒരു അതിജീവിത, നിങ്ങൾ പറഞ്ഞ പോലെ അതിജീവിതയോട് ഇതേ മന്ത്രിസഭയിലെ വീണ ജോർജ് നടത്തിയ ഒരു ഇന്റർവ്യൂ താങ്കൾ കണ്ടിട്ടുണ്ടാവുമല്ലോ. മുകേഷ് MLAയെ പറ്റി നിങ്ങൾ പറഞ്ഞിരിക്കുന്ന സംരക്ഷണം ഒരുക്കിയ പിണറായി വിജയന്റെ മന്ത്രിസഭയ്ക്കകത്ത് MLA ആയി തുടരുന്ന മുകേഷിനെ പറ്റി നിങ്ങളുടെ അഭിപ്രായം എന്താണ്? തീർന്നില്ല. ഞാൻ നേരത്തെ ചോദിച്ചല്ലോ, പി ശശി ഇന്ന് CPMന്റെ പൊളിറ്റിക്കൽ സെക്രട്ടറിയാണ്. ഏത് വിഷയത്തിന്റെ പേരിലായിരുന്നു ആ പൊളിറ്റിക്കൽ സെക്രട്ടറിയെ മാറ്റി നിർത്തിയിരുന്നത്? പാർട്ടിയിൽ നിന്ന് അതേ പിണറായി വിജയന്റെ ആഫീസിനകത്ത് അത്രയും ശക്തരായി തിരിച്ചു വന്നത് ഒരു പെൺവിഷയം ഞാൻ പറഞ്ഞതുപോലെ ലാൽ ഇടപെടലേ. ഞാൻ പറഞ്ഞത് DYFIയുടെ നേതാവ് പാർട്ടി ആഫീസിനകത്ത് ഒരു MLA പീഡിപ്പിച്ചു എന്ന് പരാതി കൊടുത്ത സമയത്ത് പോലീസിന് കൊടുക്കാതെ പാർട്ടി അന്വേഷണ കമ്മീഷൻ വെച്ച് തീവ്രത കുറഞ്ഞതാണ് എന്ന് വിധി എഴുതിയപ്പോൾ ലാലിന്റെ നാമം പറഞ്ഞപ്പോഴും അരുൺ ഭാസ്കർ പറഞ്ഞപ്പോൾ എറണാകുളം ജില്ലാ സെക്രട്ടറി ഗോപി കോട്ടമുറിക്കലിനെ ഒളിക്യാമറ വെച്ച് പിടിച്ചപ്പോ നിങ്ങളുടെ ആദർശം എവിടെയായിരുന്നു? നിങ്ങളുടെ നേതാക്കൾക്ക് പരാതി തന്നപ്പോൾ നിങ്ങളുടെ നേതാക്കൾ എന്ത് ചെയ്തു? സതീശന്റെ നിലപാട് എനിക്ക് കൈരളി ചാനൽ നിങ്ങൾ എത്ര ആവർത്തിച്ചു പറഞ്ഞാലും ശരി, VD സതീശൻ ഈ വിഷയത്തിൽ എടുത്ത നിലപാട് കേരളത്തിൽ ഓരോരുത്തർക്കും അറിയാം. ആ നിലപാടിൽ നിന്ന് അദ്ദേഹത്തെ ആരൊക്കെ ആക്രമിച്ചാലും ഒരു ഇഞ്ച് പുറകോട്ട് പോയിട്ടില്ല. അതുകൊണ്ട് നിങ്ങളുടെ സർട്ടിഫിക്കറ്റ് VD സതീശൻ ഈ വിഷയത്തിൽ നിങ്ങളുടെ സർട്ടിഫിക്കറ്റ് ആവശ്യമില്ല. ഈ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എടുത്ത നിലപാടിനും നിങ്ങളുടെ സർട്ടിഫിക്കറ്റ് ആവശ്യമില്ല. കോൺഗ്രസ് DGPക്ക് പരാതി ഹാൻഡ് ഓവർ ചെയ്തു. നിങ്ങൾ പറ, CPM ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ മുകേഷ് MLAക്ക് വന്ന പരാതി, അല്ലെങ്കിൽ മറ്റേതെങ്കിലും നമ്മുടെ ശശി MLAക്ക് വന്ന പരാതി, മറ്റേതെങ്കിലും ഘട്ടത്തിൽ വന്ന ഏതെങ്കിലും ഒരു പരാതി പോലീസ് കൈമാറിയിട്ടുണ്ടോ? പാർട്ടി അന്വേഷണം നിങ്ങൾ ആർക്ക് കൈമാറിയാലും നിങ്ങൾ MLA ആക്കി വെച്ച് അയാളെ തോളിലേറ്റി നടത്തുമ്പോൾ പിന്നെ എന്ത് പരാതി ആർക്ക് കൈമാറിയിട്ട് എന്ത് കാര്യം? ശ്രീ ലാൽ, നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ VB ചെറിയാൻ പണ്ട് പറഞ്ഞ പാർട്ടിയെ പറ്റി പറഞ്ഞൊരു കഥ ഞാനും കേട്ടിട്ടുണ്ട്. നിജേഷ് അരവിന്ദ്, ഇത്തരം കാര്യങ്ങൾ രാഷ്ട്രീയമായി നിങ്ങൾക്ക് പറയാം. നിജേഷ് അരവിന്ദ്, ഒരൊറ്റ കാര്യം, ഇത്തരം പരാതികൾ നിങ്ങൾ ആർക്ക് കൈമാറിയാലും ഈ പരാതികൾ നിങ്ങൾ എന്ത് ചെയ്തു? നിങ്ങൾ ഈ പരാതി പറഞ്ഞ പരാതി ആരെക്കുറിച്ചാണോ പറഞ്ഞിരിക്കുന്നത് ആ MLA ഇന്നും MLA ആയി തുടരാൻ നിങ്ങൾ അനുവദിച്ചുകൊണ്ടിരിക്കുന്നു. അയാളെ തോളിലേറ്റ് നടത്തുന്നു, അയാൾക്ക് ഇപ്പോഴും കയ്യടി കൊടുക്കുന്നു. ഞങ്ങൾ അയാളെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കി നിങ്ങൾക്ക് നിയമപരമായ നടപടികളിലേക്ക് പോവാം. ഒരാളെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കി കഴിഞ്ഞാൽ അപ്പൊ നിങ്ങളല്ലേ ഇയാളെ MLA ആക്കിയത്? നിങ്ങളല്ലേ ഇയാളെ MLA ആക്കിയത്? നിങ്ങളല്ലേ രാഹുലിനെ MLA ആക്കിയത്? കിട്ടിയ സമയത്ത് ഞങ്ങൾ തീവ്രത അളന്നിട്ടില്ല. നിങ്ങളാണോ രാഹുലിനെ MLA ആക്കിയത്? നിങ്ങളാണോ രാഹുലിന് സീറ്റ് കൊടുത്തത്? അരുൺകുമാർ നിജേഷ്, എന്റെ ചോദ്യം കേൾക്കാതിരുന്നോണ്ടായില്ല. ജനങ്ങളുടെ മനസ്സിലുണ്ടോ ഈ ചോദ്യം? അരുൺകുമാറിന്റെ ഈ ആദർശവാദം എവിടെയായിരുന്നു? ശശി MLA നിങ്ങൾ എന്ത് ചെയ്തു? അതിജീവിത നിങ്ങൾ എന്ന് പേരിട്ട് വിളിക്കേ. CPMന്റെ പാർട്ടി ആഫീസകത്ത് ഷൊർണൂരിലെ പാർട്ടി ആഫീസകത്ത് പീഡിപ്പിക്കപ്പെട്ട ഒരു അതിജീവിതയുടെ കേസ് നിങ്ങൾക്ക് കിട്ടിയ സമയത്ത് എന്തുകൊണ്ട് പോലീസ്? ശരി, ഞാൻ ഹണി ഭാസ്കറിലേക്ക് പോവാണ്. നിജേഷ് അരവിന്ദന് അപ്പോൾ ഇതാണ് പറയാനുള്ളത്. ഇതിനൊക്കെ നിങ്ങൾ മറുപടി പറ. ശരി, ഞാൻ ചോദിക്കാം. ഹണി ഭാസ്കർ കേട്ടല്ലോ, ഞാൻ ആവർത്തിച്ച് ചോദിച്ചിട്ടും ഇപ്പോൾ ഇവിടെ ആവേശം നിജേഷ് അരവിന്ദിന് മറ്റു കാര്യങ്ങൾ പറയാനാണ്. എന്തുകൊണ്ടാണ് ഈ ആവേശം? ഞാൻ രാഹുലിനെ കുറിച്ചുള്ള ചോദ്യം ചോദിച്ചു. രാഹുലിന്റെ MLA സ്ഥാനം രാജിവെക്കാൻ നിങ്ങൾ പറയാത്തത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചു. ഈ നടപടിയെടുത്ത പോലീസിനെ കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്താണ് എന്ന് ഞാൻ ചോദിച്ചു. അതുകൊണ്ടാണ് അദ്ദേഹത്തിന് ആവേശം വല്ലാതെ എന്നോട് പഴി പറയുന്നത്. ഹണി ഭാസ്കറിനോടും ചില ചോദ്യങ്ങൾ ചോദിച്ചു. മറുപടി എന്താണ്?
ഞാൻ കേൾക്കുകയായിരുന്നു. എനിക്കതിൽ ഒന്നാമത് പറയാനുള്ള കാര്യം, ഈ പോലീസിൻ്റെ ഈ നടപടിയെ അല്ല സർക്കാരിൻ്റെ ഈ നടപടിയെ ഇപ്പം ഈ കോൺഗ്രസിൻ്റെ ഈ പ്രതിനിധി നിജേഷ് ഇല്ലെങ്കിൽ പോലും കോൺഗ്രസിലെ അല്ലെങ്കിൽ കോൺഗ്രസ് പ്രത്യയശാസ്ത്രത്തിൽ വിശ്വസിക്കുന്ന സ്ത്രീകളുണ്ടല്ലോ, അവർക്ക് എന്തായാലും ഈ ഒരു അറസ്റ്റ് എന്ന് പറയുന്നത് വലിയ സമാധാനം കൊടുക്കുന്ന ഒന്നായിരിക്കും. ആത്മാഭിമാനമുള്ള സ്ത്രീകൾ കോൺഗ്രസിൽ ശേഷിച്ചിട്ടുണ്ടെങ്കിൽ അവർക്ക് വളരെ നല്ല രീതിയിലുള്ള സമാധാനം കൊടുക്കുന്ന, വലിയ രീതിയിലുള്ള സന്ദേശം കൊടുക്കുന്ന ഒന്നായിട്ട് ഈ അറസ്റ്റിനെ ആ സ്ത്രീകൾ കാണും എന്നുള്ളതാണ്. രണ്ടാമതൊരു കാര്യം, ഇദ്ദേഹം 2-3 കാര്യങ്ങൾ എൻ്റെ അടുത്ത് ചോദിച്ചിട്ടുണ്ടായിരുന്നു. പി ശശിയുടെ കേസ്, അങ്ങനെ കുറേ പേരുകൾ, മുകേഷിൻ്റെ കേസൊക്കെ പറയുന്നുണ്ടായിരുന്നു. എനിക്ക് അതിന് ഒരു ഒറ്റ വാക്കിൽ മറുപടി പറയാനുള്ളത്, പിണറായി വിജയൻ്റെ മുൻപിലേക്ക് ഈ പറയുന്നത് പോലെ ഏതെങ്കിലും ഒരു അതിജീവിത പരാതിയുമായിട്ട് വന്ന സമയത്ത് എൻ്റെ മകളെപ്പോലെ കണ്ടു, എന്നിട്ട് ഞാൻ ആ പ്രശ്നം രാഹുലുമായിട്ട് ഒതുക്കി തീർത്തു എന്ന് വി ഡി സതീശൻ പറഞ്ഞതുപോലെ പിണറായി വിജയൻ ഒരിക്കലും എവിടെയും പറഞ്ഞിട്ടില്ല. അദ്ദേഹത്തിൻ്റെ മുന്നിലേക്ക് വന്നിട്ടുള്ള ഒരു പരാതിയും അദ്ദേഹം വി ഡി സതീശനെ പോലെ തള്ളിക്കളഞ്ഞിട്ടില്ല. ഷാഫിയുടെ മുൻപിലേക്ക് പരാതിയുമായിട്ടും രാഹുൽ അടക്കമുള്ള ആളുകളെക്കുറിച്ച് വ്യക്തമായ കാരണങ്ങളോടെ പരാതി കോൺഗ്രസിനകത്തെ സ്ത്രീകൾ തന്നെ വന്ന് പറഞ്ഞ സമയത്ത് ആ രീതിയിലുള്ള കോംപ്രമൈസിന് നിൽക്കുകയും ആ പരാതികൾ ഹൈഡ് ചെയ്യുകയും ചെയ്തിട്ടില്ല എന്നുള്ളതാണ് എനിക്ക് നേരത്തെ എന്നോട് ചോദ്യങ്ങൾ ഉന്നയിച്ചിട്ടുള്ള കോൺഗ്രസിൻ്റെ പ്രതിനിധിയോട് പറയാനുള്ളത്. അല്ലെങ്കിൽ അദ്ദേഹം പറയട്ടെ, പിണറായി വിജയൻ്റെ മുൻപിലേക്ക് പരാതിയുമായിട്ട് വന്നിട്ടുള്ള ഏത് സ്ത്രീയുടെ കാര്യത്തിലാണ് വി ഡി സതീശൻ മക്കളെപ്പോലെ കരുതി കോംപ്രമൈസ് ആക്കിയിട്ട് തലയിൽ കൈവച്ച് അനുഗ്രഹിച്ചതുപോലെയുള്ള ഒരു നിലപാട് പിണറായി വിജയൻ കാണിച്ചിട്ടുള്ളത് എന്നുള്ളതാണ്. ഹണി ഭാസ്കരന് ഒറ്റ കാര്യം കൂടി, ഈ രാഹുലിന്റെ ഫാൻസ് ഇന്നും അവസാനിച്ചിട്ടില്ല. ഈ ദിവസവും ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ ആ ഫാൻസ് കോൺഗ്രസിന് വേണ്ടി വാദിക്കുന്നുണ്ട്. ആ ഫാൻസിനോട് എന്താണ് പറയാനുള്ളത് ഹണി ഭാസ്കർ? അല്ല, കേരളത്തിലെ ഒരു സ്ത്രീ, സ്വപ്ന സുരേഷ് എന്ന് പറയുന്ന സ്ത്രീ ചാനലിലൂടെ പറഞ്ഞു, എനിക്ക് ചോദ്യം വ്യക്തമായിട്ടില്ല. ഒറ്റ മിനിറ്റ് നിജേഷ്, നിങ്ങൾ പ്രതികരിച്ചോ? ശ്രീരാമകൃഷ്ണൻ വീട്ടിലേക്ക് അന്നത്തെ CPM നിജേഷ്, നമ്മൾ ഇതൊക്കെ ഒരുപാട് ചർച്ച ചെയ്തതാണ്. ഇതൊക്കെ നമ്മൾ ഓരോ കാലഘട്ടത്തിലും നമ്മൾ ചർച്ച ചെയ്തതാണ്. ഞാൻ വരാം. ഞാൻ ഹണി ഭാസ്കറിന് സമയത്തിന്റെ പ്രശ്നമുണ്ട്, അതുകൊണ്ട് ഒരൊറ്റ ചോദ്യം കൂടി ഹണി ഭാസ്കറിനോട് ചോദിച്ചിട്ട് ഞാൻ ഹണി ഭാസ്കറിനെ ഒഴിവാക്കാം. ശരി, ഞാൻ ആ ചോദ്യങ്ങൾ ചോദിച്ചല്ലോ. നിജേഷ് പറഞ്ഞ കാര്യങ്ങളൊക്കെ ചോദിച്ചു, അതിന് മറുപടി ഹണി ഭാസ്കർ പറഞ്ഞിട്ടുമുണ്ട്. ഹണി ഭാസ്കർ ഒറ്റ ചോദ്യം കൂടി എനിക്കുള്ളൂ. അത് ഇക്കാര്യത്തിൽ ഇപ്പോൾ ഏതെങ്കിലും തരത്തിൽ രാഹുൽ ഫാൻസ് ഇപ്പോഴും തുടരുന്നുണ്ടല്ലോ, ആ ഫാൻസിനോട് എന്ത് മറുപടിയാണ് പറയാനുള്ളത്? ഈ വെട്ടുകിളി കൂട്ടത്തോട് ഈ കോൺഗ്രസിൻ്റെ സൈബർ വിങ്ങിനോട് പറയാനുള്ളത്, ഇവിടെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നതിൻ്റെ മാക്സിമം നിങ്ങൾ എല്ലാ കാലത്തും സൈബർ സ്പേസിലിരുന്ന് ചെയ്തിട്ടുണ്ട്, ഇപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഇന്ന് രാവിലെ ഈ ഒരു അറസ്റ്റ് വന്നതിന് ശേഷം, എൻ്റെ ബൈറ്റ് മീഡിയയിൽ വന്നതിന് ശേഷം ഞാൻ വ്യക്തിപരമായിട്ട് വീണ്ടും സൈബർ അറ്റാക്ക് നേരിടുന്നുണ്ട്. പല ഗ്രൂപ്പുകളിൽ എന്നെക്കുറിച്ച് വളരെ വളരെ മോശമായിട്ട് ഒരു സ്ത്രീയും കേൾക്കാൻ ആഗ്രഹിക്കാത്ത രീതിയിലുള്ള വൃത്തികേടുകൾ, അശ്ലീലങ്ങൾ ഈ കോൺഗ്രസിൻ്റെ സൈബർ പട ഫോർവേഡ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. പല സൈഡിൽ നിന്ന് പലരും അയച്ചു തരുന്നുണ്ട്. കോൺഗ്രസിൻ്റെ ഗ്രൂപ്പിൽ വന്നിട്ടുള്ള എന്നെക്കുറിച്ചിട്ടുള്ള അധിക്ഷേപങ്ങൾ, സ്ലട്ട് ഷെയ്മിങ് ഞാൻ വായിച്ചിട്ടുണ്ട്. നിങ്ങളോട് പറയാനുള്ളത്, നിങ്ങൾ എല്ലാ കാലത്തും ഈ സ്ത്രീകളുടെ ശരീരത്തെ മുൻനിർത്തിയിട്ട് ഈ ഭയപ്പെടുത്താനുള്ള ഈ ശ്രമം ഉണ്ടല്ലോ, നിങ്ങൾ നിങ്ങളുടെ വീട്ടിൽ കൊണ്ടുവച്ചാൽ മതി. ഇതൊന്നും കണ്ടിട്ട് എന്നെ പോലെയുള്ള സ്ത്രീകൾ ഭയപ്പെടും എന്നുള്ള അത്തരത്തിലുള്ള ഒരു കാലമൊക്കെ ഉണ്ടായിരുന്നു. ആ കാലത്തെയൊക്കെ മറികടന്നുകൊണ്ട് ഇത്തരം സ്പേസിലിരുന്ന് ഞാനടക്കമുള്ള സ്ത്രീകൾ ഇപ്പോൾ സംസാരിക്കുന്നത്, നിങ്ങളുടെയൊക്കെ തോളത്ത് കയറി നിന്നുകൊണ്ട് ഇത്തരം കാര്യങ്ങളെ പ്രതിരോധിക്കാനുള്ള ആർജവം ഉണ്ടാക്കിയെടുത്തുകൊണ്ട് തന്നെയാണ് മീഡിയയ്ക്ക് മുന്നിലിരുന്നിട്ടായാലും ഞാനിപ്പോൾ സംസാരിക്കുന്നത്. അതുകൊണ്ട് ഇമാതിരി വൃത്തികേടുകളൊക്കെ നിങ്ങൾ ഫോർവേഡ് ചെയ്ത്, നിങ്ങൾ ഈ പറയുന്നത് പോലെ നിങ്ങളുടെയൊക്കെ അച്ഛനും അമ്മയും സഹോദരങ്ങളും ഒക്കെ ഉണ്ടല്ലോ, നിങ്ങളെപ്പോലെയുള്ള മനുഷ്യർക്ക് ജന്മം കൊടുത്തതിൻ്റെ പേരിൽ അവർ അവിടെ വീട്ടിലിരുന്ന് നാണിച്ചാൽ മതി. അല്ലാതെ ഈ വിക്ടിമിന് കൂടെ നിൽക്കുന്ന സ്ത്രീകളെ ഇത്തരത്തിൽ വൃത്തികേടുകൾ പറഞ്ഞുകൊണ്ട് അവരെ ഭയപ്പെടുത്താനോ അവരെ അപമാനിക്കാമെന്നോ നിങ്ങൾ വിചാരിക്കേണ്ട. അത്തരത്തിലുള്ള വിരട്ടിലൊന്നും വീണു പോകുന്ന സ്ത്രീയല്ല ഞാൻ. ഒരുപക്ഷെ എൻ്റെ കൂടെ അല്ലെങ്കിൽ എന്നെപ്പോലെ തുറന്നു പറച്ചിൽ നടത്തുന്ന ഓരോ സ്ത്രീക്കും അവർ നേരിടാൻ പോകുന്ന അറ്റാക്കിനെ കുറിച്ച് കൃത്യമായിട്ടുള്ള ബോധ്യത്തിൽ നിന്നുകൊണ്ട് തന്നെയാണ് സംസാരിക്കുന്നത്. സോ ആ വിരട്ടലൊക്കെ അങ്ങ് വീട്ടിൽ വെച്ചാൽ മതി എന്നുള്ളതാണ്. ശരി, ഹണി ഭാസ്കർ വളരെ നന്ദി ഞങ്ങളോടൊപ്പം. ഒറ്റ മിനിറ്റ്, നിജേഷ് അരവിന്ദ് എന്താ പറയുന്നുണ്ട്? ഞാൻ സമയം കൊടുത്തില്ല എന്ന്. അല്ല, നിജേഷ് എന്താണ് പറഞ്ഞത്?
അല്ല, അത് ആക്ഷേപിക്കാനുള്ള ഒരു വഴിയല്ല. നിങ്ങൾക്ക് ശ്രീമതി ഹണി ഭാസ്കറിനോട് പറയാനുള്ളത്, കോൺഗ്രസിന്റെ ഏതെങ്കിലും ഒരാൾ നിങ്ങൾക്കെതിരെ ആക്ഷേപം ഉന്നയിച്ചിട്ടുണ്ട് എങ്കിൽ നിങ്ങൾ നേരത്തെ പറഞ്ഞ അതേ പിണറായി വിജയൻ ഭരണകൂടത്തിന്റെ മുന്നിലേക്ക് പരാതി കൊണ്ടുവരണം. കോൺഗ്രസ് അതിനെ ഓൺ ചെയ്യില്ല. കോൺഗ്രസിന്റെ ഒരാളും അത് ചെയ്യില്ല. നിജേഷിനെ കുറിച്ചല്ല പറഞ്ഞത്, സമൂഹ മാധ്യമ പ്ലാറ്റ്ഫോമുകളിലെ വ്യക്തികളെ കൂട്ടത്തെ കുറിച്ചാണ്. സമൂഹ മാധ്യമങ്ങൾക്കകത്ത് തലയുള്ളവരും പേരുള്ളവരും മേൽവിലാസമുള്ളവരുമാണ് എങ്കിൽ അവർക്കെതിരെ നടപടിയെടുക്കാൻ ഞങ്ങൾ നിങ്ങളോടൊപ്പം നിൽക്കും. അല്ല, അതിനകത്ത് എന്തിനാണ് നിജേഷ് അല്ലെങ്കിൽ കോൺഗ്രസ് എന്തിനാണ് അതിനകത്ത് വിരൽ പിടിക്കുന്നത്? കോൺഗ്രസിന് എന്താണ് പ്രശ്നം? നിജേഷിനെ ഞാൻ വെല്ലുവിളിക്കുകയാണ്. ഈ തരത്തിലുള്ള വൃത്തികെട്ട മെസ്സേജുകള് പറഞ്ഞോളൂ, ഹണി പറഞ്ഞോളൂ. അല്ല, ഹണി പറയട്ടെ. ഞാൻ പറയുകയാണ്, ഞാൻ ഈ കാര്യത്തില് നിജേഷിനെ വെല്ലുവിളിക്കുകയാണ്. വിത്ത് എവിഡൻസ് വാട്സപ്പ് ഗ്രൂപ്പുകളിൽ വിത്ത് ഫോൺ നമ്പർ അടക്കം ഇവർ അയച്ചുകൊണ്ടിരിക്കുന്ന മെസ്സേജിന്റെ ഡീറ്റെയിൽസ് എന്റെ കയ്യിലുണ്ട്. അദ്ദേഹത്തെ ഞാൻ വെല്ലുവിളിക്കുകയാണ്. ഫേക്ക് ഐ ഡിയിൽ വന്നിട്ടല്ല, നേരിട്ട് അവനവന്റെ ഫോൺ നമ്പർ വെച്ചുകൊണ്ട് തന്നെ വാട്സപ്പ് ഗ്രൂപ്പുകളിൽ ഫോർവേഡ് ചെയ്തിട്ടുള്ള മെസ്സേജുകൾ എന്റെ കയ്യിലിരിപ്പുണ്ട്. അതുകൊണ്ട് വെല്ലുവിളിയൊന്നും വേണ്ട. ഫേക്ക് ആയിട്ടുള്ള എന്തെങ്കിലും ഒരു കാര്യം പറയാൻ വേണ്ടിയിട്ട് ഞാൻ ഒരിക്കലും മീഡിയയുടെ മുൻപിൽ വന്നിരിക്കില്ല. എന്റെ ബോധ്യങ്ങളുടെ അടിസ്ഥാനത്തിൽ നിന്നുകൊണ്ടാണ് ഞാൻ എപ്പോഴും എന്റെ നിലപാട് പറയുന്നത്. അതുകൊണ്ട് നിങ്ങൾക്ക് അനിവാര്യമാണെങ്കിൽ ആ ഫോൺ നമ്പർ അടക്കം കോൺഗ്രസിന്റെ ഓഫീസിൽ കൊണ്ടുതരണോ, അവിടെ കൊണ്ടുതരാൻ ഞാൻ റെഡിയാണ് എന്നുള്ളതാണ്. നിജേഷ്, തീർച്ചയായിട്ടും കൊടുക്കും. ഞാൻ തുടർ നടപടികളുമായിട്ട് ഞാൻ മുൻപോട്ട് പോകും. ഞാൻ നേരത്തെയും പറഞ്ഞല്ലോ, 10 പേർക്കെതിരെ സൈബർ സ്പേസിൽ എന്നെ അറ്റാക്ക് ചെയ്തിട്ടുള്ള 10 പേർക്കെതിരെ ഞാൻ കേസ് കൊടുത്തിട്ടുണ്ട്. ആ കേസുമായിട്ട് തീർച്ചയായിട്ടും കൊടുക്കും. ഞാൻ പറഞ്ഞില്ലേ നേരത്തെ തന്നെ, മുൻപ് സൈബർ അറ്റാക്ക് നേരിടുന്ന സമയത്ത് 10 പേർക്കെതിരെ ഞാൻ കേസ് കൊടുത്തിട്ടുണ്ട്. ആ കേസുമായിട്ട് തീർച്ചയായിട്ടും മുൻപോട്ട് പോകുമെന്ന് തന്നെയാണ് എനിക്ക്. നിജേഷ്, അതിന് അവരെ ഇങ്ങനെ വെല്ലുവിളിക്കേണ്ട ആവശ്യമില്ല. ഹണി ഭാസ്കർ അത് നേരത്തെയും കൊടുത്തിട്ടുള്ളതാണ്. ഇപ്പോൾ അല്ലല്ല, കോൺഗ്രസ്സുകാർ അങ്ങനെ ചെയ്യുന്നുണ്ടെങ്കിൽ നിജേഷ് ഉൾപ്പെടെ നടപടിയെടുക്കാമല്ലോ. പട്ടിയാക്കുന്ന സമീപനം എടുക്കരുത്. ലാൽ ആടിനെ പട്ടിയാക്കുന്ന സമീപനം എടുക്കരുത്. ലാലിനോടാണ് പറയുന്നത്. ഞാൻ എന്റെ വാക്കുകൾ നിങ്ങൾ റീവൈൻഡ് ചെയ്ത് കാണുകയെ, എന്റെ വാക്കിൽ എവിടെയാണ് ഞാൻ വെല്ലുവിളിച്ചത്? നിങ്ങൾ അങ്ങനെ ഒരാളെ ആക്ഷേപിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ ദയവ് ചെയ്ത് കൊണ്ടുവരരുത്. ഞാൻ പറഞ്ഞിരിക്കുന്നത് അവർക്ക് പിന്തുണ നൽകും എന്നാണ് പറഞ്ഞത്. ഞാനൊരു സഹോദരി എന്ന നിലയ്ക്ക് അവർക്കെതിരെ സൈബർ അറ്റാക്ക് നടത്തിയ ഹണി ഭാസ്കറിന് അത് പിന്തുണയായിട്ട് തോന്നിയെങ്കിൽ എനിക്ക് കുഴപ്പമില്ല. ഹണി ഭാസ്കറിന് പിന്തുണയായിട്ട് തോന്നിയെങ്കിൽ എനിക്ക് കുഴപ്പമില്ല. നിങ്ങളുടെ പിന്തുണ ഈ ഒരു നിങ്ങളുടെ പിന്തുണ ഈ ചാനൽ ചർച്ചയുടെ തുടക്കത്തിൽ തന്നെ ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളതാണ്. MLA രാജിവെക്കണമെന്നുള്ള കാര്യത്തിൽ എന്താണ് അഭിപ്രായം എന്ന് ചോദിക്കുമ്പോൾ സ്വതന്ത്രമായിട്ട് ഒരു അഭിപ്രായം പറയാൻ പോലും താടിയില്ലാത്ത ഒരാളാണ് എൻ്റെ അടുത്ത് പറയുന്നത് അവൾക്കൊപ്പം ഞങ്ങൾ ഉണ്ടാവും. അതെ, രാഷ്ട്രീയത്തിനൊക്കെ അപ്പുറത്തേക്ക് ഒരു മനുഷ്യത്വപരമായ നിലപാട് എന്ന് പറയുന്ന ഒരു സാധനം ഉണ്ടല്ലോ, അതുപോലും എടുക്കാൻ കഴിയാത്ത നിങ്ങളാണ് സ്ത്രീക്ക് എനിക്ക് വന്നിട്ടുള്ള ഫോർവേഡഡ് മെസ്സേജിന്റെ തെളിവുകൾ ഉണ്ടെങ്കിൽ നിങ്ങൾ നിയമ നടപടികളുമായിട്ട് പരാതിയുമായിട്ട് മുൻപോട്ട് പോകൂ, ഞാൻ കൂടെ ഉണ്ടാവും എന്ന് പറയുന്നു. അതെങ്ങനെയാണ് നിങ്ങളുടെ ഇത്രയും ബ്രൂട്ടലായിട്ട് സെക്ഷൽ അസാൾട്ട് ചെയ്ത ഒരു മനുഷ്യന്റെ കാര്യത്തില് ഇപ്പോൾ പോലും സ്വതന്ത്രമായിട്ട് ഒരു അഭിപ്രായം പറയാൻ സാധിക്കാത്ത നിങ്ങളാണ്. ഇതാണ് നിങ്ങളുടെ രാഷ്ട്രീയ നിലപാട്, ഇതാണ് എന്ന് നിങ്ങൾ തന്നെ പൊതുസമൂഹത്തോട് പറയുകയാണ്. അതാണ് ഞാൻ പറഞ്ഞത്. തീർച്ചയായിട്ടും ഞാൻ മുൻപോട്ട് പോകും. നിങ്ങളുടെ പിന്തുണ ആവശ്യമില്ല എന്നുള്ളതാണ്. കാരണം നിങ്ങളുടെ പിന്തുണ എന്താണ് എന്നുള്ളത് ഈ ചാനൽ ചർച്ചയുടെ തുടക്കത്തിൽ ഞാൻ കേട്ടല്ലോ. നിങ്ങളുടെ രാഷ്ട്രീയ നിലപാട് എന്താണെന്ന് കേട്ടല്ലോ. നിങ്ങൾ പറഞ്ഞത് നിങ്ങളുടെ രാഷ്ട്രീയ നിലപാട് എന്ന് പറയുന്നത് MLA സ്ഥാനം രാജിവെക്കണോ എന്ന് ചോദിക്കുമ്പോൾ അതിൽ കൃത്യമായിട്ടൊരു മറുപടി പോലും പറയാൻ പറ്റാത്തതാണ് നിങ്ങളുടെ രാഷ്ട്രീയ നിലപാട്. സോ നിങ്ങളുടെ പിന്തുണ എനിക്ക് ആവശ്യമില്ല. ഈ പറയുന്നത് പോലെ എന്നെ അറ്റാക്ക് ചെയ്യുന്ന മനുഷ്യർക്കെതിരെ നടപടികളുമായി കോൺഗ്രസിന്റെ പിന്തുണ ആവശ്യമില്ല. ഇക്കാര്യത്തിൽ കോൺഗ്രസിന്റെ നിലപാട് ഇതാണല്ലോ എന്ന് ഹണി ഭാസ്കർ തുറന്നടിക്കുകയാണ്. എന്തായാലും വളരെ നന്ദി ഹണി ഭാസ്കർ ഞങ്ങളോടൊപ്പം ഇത്രയും നേരം ചേർന്നതിന്. ഞാൻ മറ്റ് അതിഥികളിലേക്ക് ചർച്ച തുടരുകയാണ്. അരുൺകുമാർ, നോക്കൂ, ഇതാണ് കോൺഗ്രസിന്റെ രാഷ്ട്രീയം. കോൺഗ്രസ് സ്ത്രീ സുരക്ഷയുടെ കാര്യത്തിൽ ഇതാണ് തങ്ങളുടെ രാഷ്ട്രീയം എന്ന് പറയുമ്പോൾ ഒരു സ്ത്രീക്ക് ഹണി ഭാസ്കർ പറഞ്ഞ ഈ നിലപാടല്ലാതെ കേരളത്തിൽ ഒരു സ്ത്രീക്ക് മറ്റെന്ത് തീരുമാനമാണ് എടുക്കാൻ സാധിക്കുക? ഇത്തരം അപമാനങ്ങൾ ഉണ്ടാകുമ്പോൾ ആ സ്ത്രീ കോൺഗ്രസിൻ്റെ സഹായത്തോടു കൂടി മുന്നോട്ട് പോകണോ? നാളെ ഇനി എങ്ങാനും കോൺഗ്രസ് അധികാരത്തിൽ വരുന്ന ഒരു കാലഘട്ടം ഉണ്ടായാൽ അവിടെ സ്ത്രീകളുടെ അവസ്ഥ എന്തായിരിക്കും? ഇതൊക്കെയല്ലേ സ്ത്രീകൾ ചിന്തിക്കുക.
അരുൺ, ഇവിടെ ബഹുമാനപ്പെട്ട കോൺഗ്രസിന്റെ പ്രതിനിധി ആവർത്തിക്കുന്നത് ഞങ്ങൾക്ക് കിട്ടിയ പരാതി ഞങ്ങൾ അപ്പം തന്നെ DGPക്ക് കൈമാറ്റി മാതൃക കാണിച്ചു, മറ്റാരെങ്കിലും അങ്ങനെ ചെയ്തിട്ടുണ്ടോ എന്നതാണ്. എന്നാൽ ഞാൻ ചോദിക്കട്ടെ, ഏറ്റവും ആദ്യം ഈ വിഷയം പുറത്തേക്ക് കൊണ്ടുവന്നത് പറവൂരിലെ നമുക്കറിയാം ഒരു സിനിമ നടിയാണ്. VD സതീശനുമായി ബന്ധപ്പെട്ടുകൊണ്ട് വലിയധികം രാഷ്ട്രീയ ബന്ധമുള്ള ഒരു നടിയാണ്. അവർ കൊടുത്ത പരാതി നിങ്ങൾ DGPക്ക് കൈമാറിയോ? ഒന്നാം അതിജീവിതയുടെ വോയിസ് മെസ്സേജും വീഡിയോ മെസ്സേജ് എല്ലാം പുറത്തു വന്നല്ലോ. വളരെ ഗുരുതരമായിട്ടുള്ള ആരോപണം, ഭ്രൂണഹത്യയുമായി ബന്ധപ്പെട്ടുണ്ട്, നിർബന്ധിക്കുന്നത്, ഭയപ്പെടുത്തുന്നത്, ആക്രമിക്കുന്നത്, അതുപോലെ തന്നെ വാചകങ്ങൾ, ഓരോ ഉപയോഗിക്കുന്ന വാചകങ്ങളും പൊതുസമൂഹത്തിൽ ഉപയോഗിക്കാൻ പറ്റാത്ത വെല്ലുവിളികൾ നിറഞ്ഞ ആ വാചകങ്ങളെല്ലാം നമ്മുടെ മുന്നിലുണ്ട്. അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഏതെങ്കിലും പരാതി നിങ്ങൾ DGPക്ക് കൈമാറിയോ? രണ്ടാമത്തെ ആ അതിജീവിത പരാതി കൊടുത്തിരിക്കുന്നു എന്നുള്ള വിവരം, KPCCക്ക് പരാതി കൊടുത്തിരിക്കുന്നു എന്നുള്ള വിവരം പത്രദൃശ്യമാധ്യമങ്ങളിലൂടെ പുറത്തു വന്ന് എത്ര മണിക്കൂറുകൾക്ക് ശേഷമാണ് ഒരു ഗത്യന്തരവുമില്ലാതെ നിങ്ങൾ അത് DGPക്ക് കൈമാറിയത്? ആ പരാതി പൊതുവാർത്ത വന്നില്ലായിരുന്നെങ്കിൽ, മാധ്യമങ്ങളിലൂടെ വാർത്ത വന്നില്ലായിരുന്നെങ്കിൽ നിങ്ങൾ അത് കൈമാറുമായിരുന്നോ? അപ്പൊ ഇതൊക്കെ കൃത്യമായി ഞങ്ങൾ അങ്ങനെ ചെയ്തു, ഇങ്ങനെ ചെയ്തു. ഇപ്പോഴും ചോദിക്കുകയാണ്, ഇദ്ദേഹം രാജിവെക്കണം. കാരണം ഇവിടെ ഏറ്റവും ഒന്ന് ആലോചിക്കുക, കോമൺ മോട്ടീവ്, ഓരോ കേസിലുമുള്ള സമാനമായിട്ടുള്ള സാഹചര്യം, ഒരു മോഡസ് ഓപ്പറാണ്ടി ക്രിമിനൽ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് എടുത്തു നോക്കുക. ആദ്യം സൗഹൃദം സോഷ്യൽ മീഡിയ വഴി സ്ഥാപിക്കുക, വലിയ സൗഹൃദമാക്കി അത് മാറ്റുക, അത് ലൈംഗികമായിട്ട് ചൂഷണം ചെയ്യുക, ഭർത്തുമതികളായിട്ടുള്ള സ്ത്രീകളെ പ്രത്യേകം കൈകാര്യം ചെയ്യുക, ഭർത്താവിനെ ഉപേക്ഷിക്കാൻ പറയുക, അതിനുശേഷം നിർബന്ധിതമായിട്ടുള്ള ലൈംഗിക ബന്ധത്തിന് വേണ്ടി വിധേയമാക്കുക, ഒരു സുരക്ഷയുമില്ലാതെ മുന്നോട്ട് പോകുക, അതിനുശേഷം ഗർഭചിത്രത്തിന് വേണ്ടി നിർബന്ധിക്കുക. ഇതെല്ലാം ഓരോ കേസ് എടുത്തു നോക്ക്, ആ കേസിലെല്ലാം ഒരു കോമൺ മോട്ടീവാണ്, ഒരു മോഡസ് ഓപ്പറാണ്ടിയാണ്. ഇത്തരത്തിൽ അവസാനം ഇഗ്നോർ ചെയ്യുക, അതിനുശേഷം എല്ലാ തരത്തിലും രക്ഷപ്പെടാനുള്ള തെളിവുകൾ ഉണ്ടാക്കി വെക്കുക, മുൻകൂർ ജാമ്യമായിട്ട് മുങ്ങി നടക്കുക. ഇതൊക്കെയാണ് ഇപ്പൊ നിരവധി കേസുകൾ സെറ്റിൽ ചെയ്തുള്ള വാർത്തകൾ വരുന്നു, പുതിയ പരാതികൾ വരുന്നു എന്നുള്ള വാർത്ത വരുന്നു. അപ്പൊ ഈ ഘട്ടത്തിലെല്ലാം ഒറ്റ വാചകം ഉണ്ടല്ലോ ആ പരാതിയിൽ, വടകരയിലെ ഫ്ളാറ്റിലേക്ക് വന്നം, വടകരയിൽ വെച്ച് കാണാം. പാലക്കാട് MLAക്ക് എങ്ങനെയാ വടകരയിൽ ഫ്ളാറ്റ്? വടകരയിൽ എവിടെ വെച്ച് കാണാമെന്നാ പറയുന്നത്? അപ്പൊ ഒരു വടകര ബന്ധം കുറച്ച് നാളായിട്ട് ചർച്ച ചെയ്യപ്പെടുന്നുണ്ട്. പറഞ്ഞല്ലോ, ഒരു വലിയ ഒരു ഫ്യൂച്ചർ ഇൻവെസ്റ്റ്മെന്റ്, ആ ഇൻവെസ്റ്റ്മെന്റ് ഞങ്ങൾ പാലക്കാടിന് തരികയാണ്. ഒരു ഘട്ടത്തിൽ പോലും ഖേദിക്കേണ്ടി വരില്ല, പാലക്കാട്ട് ജനങ്ങൾക്ക് ഖേദിക്കേണ്ടി വരില്ല. തലയിൽ തുണിയിട്ട് പോകേണ്ടി വരുന്ന സാഹചര്യമല്ലേ പാലക്കാട്ടെ പാവപ്പെട്ട കോൺഗ്രസ് നേതാക്കന്മാർക്കും പ്രവർത്തകർക്കും ഉണ്ടായിട്ടുള്ളത്? ഈ ഇൻവെസ്റ്റ്മെന്റ് ഇപ്പോഴെങ്കിലും ഒന്ന് പിൻവലിച്ചില്ലായിരുന്നുവെങ്കിൽ, പിൻവലിക്കേണ്ട സാഹചര്യം ഉണ്ടായിട്ടില്ല എങ്കിൽ എന്താകുമായിരുന്നു ഭാവിയിൽ ആ ഇൻവെസ്റ്റ്മെന്റിന്റെ ഒരു സാഹചര്യം? കേരളത്തിൽ ആർക്കെങ്കിലും നടക്കാൻ കഴിയുന്ന സാഹചര്യമുണ്ടോ? അതുകൊണ്ട് സ്ത്രീ സുരക്ഷയുടെ കാര്യത്തിൽ, സ്ത്രീകൾക്കെതിരായിട്ടുള്ള അതിക്രമത്തിന്റെ കാര്യത്തിൽ, അതുപോലെ സ്ത്രീകൾക്കുണ്ടായ വലിയ വേദനയുടെ കാര്യത്തിലെല്ലാം സൈബർ വെട്ടുകിളികളെ വച്ചുകൊണ്ട് ആക്രമിക്കുക എന്ന നയമാണ് കോൺഗ്രസിൻ്റെത്. അത് തന്നെയാണ് ഇപ്പോൾ ബഹുമാനപ്പെട്ട ഹണി ഭാസ്കർ അടക്കം സൂചിപ്പിച്ചത്. ഒരു ഹഫ്നാസ് നമുക്കറിയാം, കോൺഗ്രസിന്റെ തന്നെ നേതാവാണ്. ഡൽഹിയിൽ സമരത്തിന് പോകാൻ ഒറ്റയ്ക്ക് പോകണമെന്ന് പറഞ്ഞ് ഉണ്ടായ സാഹചര്യം വന്നപ്പോൾ അന്നത്തെ യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന പ്രസിഡന്റിന് കൊണ്ടുപോയി പരാതി കൊടുത്തു. എന്താണ് അനുഭവം ഉണ്ടായത്? ആ യൂത്ത് കോൺഗ്രസിന്റെ തന്നെ നേതാവും ഇപ്പോൾ കോൺഗ്രസിന്റെ പ്രവർത്തകയുമായ ആ ഹഫ്നാസ് പറഞ്ഞ വാചകങ്ങൾ നമ്മുടെ മുന്നിലുണ്ട്. ഇതെല്ലാവർക്കും ഉണ്ടായ അനുഭവമാണ്. മറ്റു ഞാൻ പേരുകൾ പറയില്ല, എനിക്ക് ബുദ്ധിമുട്ടുണ്ട്. പല നേതാക്കന്മാരുടെ മക്കളടക്കം പൊതുസമൂഹത്തിൽ പറഞ്ഞതും പറയാത്തതുമായിട്ടുള്ള പരാതിയുണ്ട്. അപ്പൊ അതുകൊണ്ട് ഇതിൽ തീരുമാനമെടുക്കേണ്ടത് കോൺഗ്രസ് തന്നെയാണ്, കോൺഗ്രസിന്റെ നേതാക്കന്മാർ തന്നെയാണ് നയം വ്യക്തമാക്കേണ്ടത്. കൈപ്പത്തി ചിഹ്നത്തിൽ തന്നെയാണ് അദ്ദേഹം മത്സരിച്ച് ജയിച്ചത്. അദ്ദേഹം പറഞ്ഞാൽ കോൺഗ്രസ്, അല്ലെങ്കിൽ കോൺഗ്രസിന്റെ നേതാക്കന്മാർ പറഞ്ഞാൽ രാഹുൽ മാങ്കൂട്ടിൽ കേൾക്കുമോ ഇല്ലയോ എന്നതല്ല വിഷയം. കോൺഗ്രസിനും കോൺഗ്രസിന്റെ നേതാക്കന്മാർക്കും ഈ വിഷയത്തിൽ ഒരു നിലപാടുണ്ടോ എന്നതാണ് വിഷയം. ഒറ്റ കാര്യം കൂടി പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം. രാഹുൽ മാങ്കൂട്ടിൽ മൊബൈൽ പോലും അന്വേഷണ ഉദ്യോഗസ്ഥന്മാർക്ക് കൈമാറിയിട്ടില്ല എന്നതാണ് റിമാൻഡ് റിപ്പോർട്ടിൽ നിന്ന് സൂചിപ്പിക്കുന്നത്. അറസ്റ്റ് സമയം പ്രതിയിൽ നിന്നും ബന്ധവസിലെടുത്ത മൊബൈൽ ഫോണിന്റെ സ്ക്രീൻ പാറ്റേൺ, ലോക്ക് എന്നിവ പറഞ്ഞു തരാൻ വിസമ്മതിച്ചിട്ടുള്ളതാണ്. ആയതിൽ നിന്നും പ്രതി നിലവിൽ അന്വേഷണമായി സഹകരിക്കുന്നില്ല. ഒരു ഫോൺ ലോക്ക് ചെയ്തിരിക്കുന്ന ആൾ അത് ലോക്ക് മാറ്റി കൊടുത്താൽ മാത്രമേ, പ്രത്യേകിച്ച് ഐഫോൺ ആകുമ്പോൾ അത് പോലീസിന് പരിശോധിക്കാൻ കഴിയൂ. അതുകൊണ്ട് അദ്ദേഹം അത് ഇപ്പോഴും തുറന്നു കൊടുത്തിട്ടില്ല. പ്രതിയും അതിജീവിതയും തമ്മിലുള്ള ചാറ്റുകളും അതിജീവിതയുടെ നഗ്ന വീഡിയോകൾ പകർത്തിയ പ്രതിയുടെ ഉടമസ്ഥതയിലുള്ള മൊബൈൽ ഫോണും കണ്ടെത്തുന്നതിന് പ്രതിയുടെ സാന്നിധ്യം അത്യാപേക്ഷിതമാണ്. അപ്പൊ അതും റിവീൽ ചെയ്യുന്നില്ല, അതൊക്കെ ഒളിപ്പിച്ചു വച്ചിരിക്കുന്നു. ഫോൺ അതിന്റെ ലോക്ക് മാറ്റി കൊടുക്കുന്നില്ല. അതായത് ഇനിയും അന്വേഷണത്തെ വഴിതെറ്റിക്കാൻ
പോലീസിനും അന്വേഷണ ഉദ്യോഗസ്ഥന്മാർക്കും ശരിയും ശാസ്ത്രീയമായിട്ടുള്ള അന്വേഷണം നടത്തുന്നതിനെ തടസ്സപ്പെടുത്തുക എന്നതാണ് ഇപ്പോഴും രാഹുൽ മാങ്കൂട്ടലിന്റെയും കൂട്ടരുടെയും ശ്രമം. അതുകൊണ്ട് അന്വേഷണം ശക്തമായിട്ട് നടക്കട്ടെ, മുന്നോട്ട് പോകട്ടെ. ഇനി ഒരു അതിജീവിതമാരും ഇതിന്റെ പേരിൽ ദുഃഖിക്കുന്ന സാഹചര്യം ഉണ്ടാകാൻ പാടില്ല. നിജേഷ്, എനിക്കൊരു ഇടവേളയിലേക്ക് പോകേണ്ട സമയമാണ്. എന്നാൽ ഞാൻ ഒരു മിനിറ്റ് ഞാൻ താങ്കൾക്ക് ആ ഇടവേളയ്ക്ക് മുമ്പ് തരാൻ നോക്കുകയാണ്. നോക്കൂ, വടകര MP-ക്ക് അദ്ദേഹം പാലക്കാട്ടുകാർക്ക് കൊടുത്ത ഇൻവെസ്റ്റ്മെന്റ് എന്നുള്ള ആ പദമാണ് ഇപ്പോൾ അരുൺ എടുത്ത് പറഞ്ഞത്. ഹെഡ് മാസ്റ്റർ എന്നൊക്കെ ഉള്ള നേരത്തെയുള്ള പദപ്രയോഗങ്ങളൊക്കെ നമ്മുടെ മുമ്പിൽ കിടപ്പുണ്ട്. അപ്പോൾ ഇതൊക്കെ കോൺഗ്രസിലെ ഇതുപോലെയുള്ള ചില നേതാക്കളുടെ പിന്തുണ ഇങ്ങനെ ഈ രാഹുൽ മാങ്കൂട്ടത്തിന് കൊടുത്തുകൊണ്ടിരുന്നത് ഇപ്പോഴും തുടരുന്നതായിട്ടേ ആളുകൾ കാണൂ. നിങ്ങളിങ്ങനെ വാശി പിടിച്ച് രാജിവെക്കേണ്ടതില്ല ഈ രാഹുൽ മാങ്കൂട്ടത്തിൽ എന്നൊരു നിലപാടിലേക്ക് നിന്നാൽ. ഞങ്ങൾ രാജിവെക്കണമെന്നോ വെക്കണ്ടെന്നോ പറഞ്ഞിട്ടില്ല. ഞങ്ങളുടെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കി. ഇനി അയാളുടെ കാര്യത്തിൽ ഇടപെടാനോ അയാൾക്ക് സംരക്ഷണം നൽകാനോ ഒന്നും ഞങ്ങളുടെ പാർട്ടി തയ്യാറല്ല. ഇനി അരുൺകുമാറിനോട് നേരത്തെ നിങ്ങൾ പറഞ്ഞ സിനിമാ നടി അങ്ങനെ ഒരു പരാതി ഇല്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഞാൻ വാക്കാൽ പറഞ്ഞു എന്നാണ് പറഞ്ഞത്, അല്ലാതെ പരാതി കൊടുത്തു എന്ന് പറഞ്ഞിട്ടില്ല. നിങ്ങൾ തെറ്റിദ്ധരിപ്പിക്കേണ്ട. ഞങ്ങൾക്ക് കിട്ടിയ പരാതി ഞങ്ങൾ കൊടുത്തിട്ടുണ്ട്. CPM-ന് കിട്ടിയ ഒരു പരാതി നിങ്ങൾ ആർക്കും കൈമാറിയിട്ടില്ല. നിങ്ങൾ സ്വന്തം നിലയ്ക്ക് അന്വേഷിക്കുമെന്നാണ് ഞാൻ പറഞ്ഞത്. കടകംപള്ളിയെ പറ്റി പറഞ്ഞത് നിങ്ങൾ അരുൺകുമാറും ഞാനും ഒക്കെ കേട്ടതാണല്ലോ. നിങ്ങൾ ഒന്നും ചെയ്തിട്ടില്ല. നിങ്ങൾ ഈ സ്ത്രീ പീഡകന്മാരെ കാലാകാലമായി നിങ്ങൾ സംരക്ഷിച്ചു. കോൺഗ്രസ് നടപടിയെടുത്തു, ഞങ്ങൾ DGP-ക്ക് കൊടുത്തു. ഇനി നിങ്ങൾ അന്വേഷിക്കേ. ഐഫോണിന്റെ ഇത് കിട്ടിയില്ല എന്ന് പറയില്ല. ആ വ്യക്തിയെ ഇത്ര കാലം കേരളത്തിലേക്ക് തുറന്നു വിടാൻ അനുമതി കൊടുത്തത് കേരള പോലീസ് അല്ലേ? എന്തുകൊണ്ട് നേരത്തെ ഒന്നും അറസ്റ്റ് ചെയ്തില്ല? എനിക്കൊരു ഇടവേളയിലേക്ക് പോകേണ്ട സമയമാണ്. ഇപ്പോൾ നിതേഷ് അരവിന്ദ് പറയുന്നത് കോൺഗ്രസിന്റെ അഭിപ്രായമാണെങ്കിൽ നമുക്ക് മനസ്സിലാകുന്നത് ഇങ്ങനെ ഏതെങ്കിലും ഒരു MLA-യോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു കോൺഗ്രസ് MLA-യോ മറ്റ് നേതാക്കളോ ഇത്തരത്തിൽ ഒരു പരിപാടി ചെയ്താൽ, ഒരു സീരിയൽ റേപ്പിസ്റ്റായി മാറിയാൽ അവരെ ആ പാർട്ടിയിൽ നിന്ന് പുറത്താക്കും. പക്ഷേ അവർക്ക് MLA ആയി തുടരാം, അല്ലെങ്കിൽ MP ആയി തുടരാം, അവരുടെ സ്ഥാനങ്ങളൊക്കെ ആഘോഷിച്ച് മുന്നോട്ട് പോകാം. അപ്പോൾ ഇനി ഭരണമുള്ള CPM-ന് വേണമെങ്കിൽ അത് അന്വേഷിക്കാം. അപ്പോൾ ഇത് വീണ്ടും അടുത്ത് കോൺഗ്രസ് ആണ് അധികാരത്തിലേക്ക് വരുന്നതെങ്കിൽ CPM അധികാരത്തിൽ ഉണ്ടാവില്ല, അപ്പോൾ അന്വേഷിക്കാനും പറ്റില്ല. അതായിരിക്കും ഭാവിയിൽ ഉണ്ടാകുക എന്നാണോ നിജേഷ് പറഞ്ഞതിൻ്റെ അർത്ഥം? ഞാനത് ഒരു കാര്യം പറയുകയാണ്. പ്രേക്ഷകരിങ്ങനെ പലരും സംശയത്തിലാണ്, എന്താണ് ഈ കോൺഗ്രസ് എടുക്കുന്ന നടപടി എന്നുള്ളത് ആർക്കും അത്ര വ്യക്തതയില്ലല്ലോ. ചിലരൊക്കെ പറയുന്നുണ്ട് രാഹുലിനെ കോൺഗ്രസ് സസ്പെൻഡ് ചെയ്തിട്ടേ ഉള്ളൂ, ഇത് അദ്ദേഹത്തെ പുറത്താക്കിയിട്ടില്ല എന്നാണ്. ഇപ്പോഴും പലരും വിശ്വസിക്കുന്നത് അങ്ങനെയാണ്. കോൺഗ്രസ് എന്താണ് ചെയ്യുന്നതെന്ന് അറിയില്ലല്ലോ. അതുകൊണ്ട് അതവിടെ നിൽക്കട്ടെ, ഞാൻ താങ്കളുടെ മുമ്പിൽ വെച്ചു എന്ന് മാത്രമേ ഉള്ളൂ. താങ്കൾക്കത് വിശദമാക്കാം. പക്ഷേ ഞാൻ നേരത്തെ ഇടവേളയ്ക്ക് പോകുന്നതിന് മുമ്പ് പറഞ്ഞൊരു കാര്യമുണ്ടല്ലോ, നിങ്ങളിങ്ങനെ എന്തെങ്കിലും ഒരു പ്രശ്നം വന്നാൽ MLA-യോ MP-യോ ആണ് ഇത്തരം വളരെ ഭീകരമായ പ്രശ്നങ്ങൾ കുറ്റകൃത്യം ചെയ്യുന്നതെങ്കിൽ നിങ്ങൾ പാർട്ടിയിൽ നിന്ന് പുറത്താക്കും, മിണ്ടാതിരിക്കും. CPM നടപടി എടുത്താൽ എടുത്തു, അത്രയല്ലേ ഉള്ളൂ. അല്ല രാജിവെക്കണമെന്ന് പോലും പറയില്ല. അത് നല്ലതല്ലേ? ഈ സ്ത്രീകൾ എങ്ങനെ നിങ്ങളെ വിശ്വസിക്കും? ഇത്തരം MLA-മാരും MP-മാരെയും ഒക്കെ എങ്ങനെ വിശ്വസിക്കും? ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എടുത്ത നിലപാട് അത് കേരളത്തിലെ പൊതുജനങ്ങൾക്ക് വ്യക്തമാണ്. ശ്രീ ലാലിന് വ്യക്തമാവാത്തത് കുറച്ചു കാലം കഴിഞ്ഞാൽ വ്യക്തമാവും. രാഹുൽ മാങ്കൂട്ടത്തിന്റെ വിഷയം ഉയർന്നു വരികയും കോൺഗ്രസ് എടുത്ത നിലപാടുകളും ഒക്കെ മുന്നിൽ വെച്ചുകൊണ്ടാണ് തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ നമ്മൾ മുന്നോട്ട് പോയത്. പ്രചരണം നടത്തിയിട്ടും കേരളത്തിലെ ജനങ്ങൾ കൃത്യമായി വേർഡിക്റ്റ് നടത്തിയിട്ടുണ്ട്, വിധി എഴുതിയിട്ടുണ്ട്. ഒരു പ്രയാസവും ഉണ്ടായിട്ടില്ല. അതുകൊണ്ട് കൈരളി ചാനൽ കാണുന്ന ഏതെങ്കിലും പ്രേക്ഷകർക്ക് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ കോൺഗ്രസ് എന്ത് നടപടിയെടുത്തു എന്നറിയില്ലെങ്കിൽ വ്യക്തമായി പറയുന്നു, ഇന്ന് അയാൾ കോൺഗ്രസുകാരനല്ല. കോൺഗ്രസിന്റെ പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് പുറത്താക്കിയിട്ടുണ്ട്. ഇത് അയാൾ ചെയ്തു എന്ന് വിശ്വസിക്കുന്ന ഓരോ പരാതി വന്നപ്പോഴും ഞങ്ങൾ ആ പരാതിയെ ഓൺ ചെയ്തിട്ടില്ല. നേരെ നിങ്ങൾ എന്താണ് അദ്ദേഹത്തെ പുറത്താക്കിയെന്നുള്ളത് നമുക്കറിയാലോ. കോടതിയിൽ മുൻകൂർ ജാമ്യവുമായി ബന്ധപ്പെട്ട് കേസ് വന്നപ്പോൾ കോടതി ആദ്യം തീരുമാനിക്കട്ടെ, ഞങ്ങൾ പിന്നീട് പറയാം എന്ന് പറഞ്ഞ് ലാല് എന്നാൽ സ്ത്രീകളെ പീഡിപ്പിച്ച CPM-ന്റെ MLA-മാരായ മുകേഷ് ഇന്നും CPM MLA ആണ്. അല്ല, ഞാൻ ചോദിച്ച മറ്റേ കാര്യം പറയൂ. നിങ്ങൾ കോൺഗ്രസിൽ നിന്ന് പുറത്താക്കുന്നു, MLA ആയി തുടരും, ഇതാണ് നിങ്ങളുടെ നയം. CPM ഇതുവരെ ഒരു സ്ത്രീ പീഡന വിഷയത്തിലും നിലപാടെടുക്കാത്ത പീഡകരെ സംരക്ഷിച്ച് മുഖ്യമന്ത്രിയുടെ ആഫീസിനകത്ത് പോലും കൊണ്ട് ഇരുത്തി അധികാര കേന്ദ്രങ്ങൾ കൈമാറുന്ന CPM-ഉം പരാതി വന്ന ഉടനെ തന്നെ പോലീസിന് അരുൺകുമാർ താങ്കളിലേക്കാണ് എത്തുന്നത്. അപ്പോൾ ഏറ്റവും ഒടുവിൽ ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൽ അകത്താണ്. നിയമസഭ ഇന്നുവരെ കണ്ടിട്ടില്ലാത്ത വലിയ രീതിയിലുള്ള നാണക്കേടാണ് നിയമസഭയ്ക്ക് ഉണ്ടാകുന്നത്. അപ്പോൾ ഈ ഘട്ടത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ കോൺഗ്രസ് MLA എന്ന് തന്നെ നിങ്ങൾ പ്രചരിപ്പിക്കേണ്ടി വരുന്നതിൻ്റെ സാഹചര്യം എന്താണ് അവസാനിപ്പിക്കുമ്പോൾ? അല്ല, അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് കാര്യങ്ങളെല്ലാം വളരെ വ്യക്തമായിട്ട് പറഞ്ഞല്ലോ.
കോൺഗ്രസ് നയം വ്യക്തമാക്കാതിരിക്കുന്നിടത്തോളം കാലം ഈ പ്രതിക്ക് സംപ്രേഷണം നടത്തുവാനും തെളിവുകൾ പുറത്തു വരാതിരിക്കുവാനും കൂടുതൽ അതിജീവിതമാർ രംഗത്തു വരാതിരിക്കാനും വേണ്ടിയിട്ട് ഒരു മുൻകരുതലായിട്ട് വേണം അതിനെ കാണാൻ. കാരണം അവരുടെ സൈബർ വെട്ടുകിളി സംഘം നടത്തിയ ആക്രമണത്തെക്കുറിച്ച് ശ്രീമതി ഹണി ഭാസ്കർ തന്നെ ഇവിടെ സൂചിപ്പിച്ചു. ഇന്ന് തന്നെ 10ഓളം പേർക്കെതിരെ കേസ് കൊടുത്തതായിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞു. അപ്പൊ അതുകൊണ്ട് വരും ദിവസങ്ങളിൽ കൂടുതൽ തെളിവുകൾ പുറത്തു വരാതിരിക്കുവാനും ഈ അതിജീവിതമാർ 164 സ്റ്റേറ്റ്മെന്റ് അടക്കം കൊടുത്ത് മജിസ്ട്രേറ്റിന് മുന്നിൽ എത്താതിരിക്കുവാനും വേണ്ടിയിട്ടുള്ള ഇടപെടലുകൾ ഇവർ തന്നെ ഭീഷണിയുടെ സ്വരത്തിൽ നടത്തുകയാണ്. അങ്ങനെ എത്ര നടത്തിയാലും കേരളത്തിലെ ജനത സ്ത്രീകൾക്കെതിരായിട്ടുള്ള അതിക്രമത്തെ പൊറുക്കില്ല. സ്ത്രീകളുടെ വേദന, കണ്ണുനീർ നിരവധി നമ്മൾ കണ്ടു. അടുത്ത കാലത്തുണ്ടായിട്ടുള്ള സാഹചര്യങ്ങളെല്ലാം നമ്മുടെ മുന്നിലുണ്ട്. മുൻകൂർ ജാമ്യം കിട്ടി എന്ന് പറഞ്ഞ് രാഷ്ട്രീയത്തിൽ സജീവമാകുവാനും കോൺഗ്രസ് കൂടുതൽ പൊസിഷൻ കൊടുക്കുന്നതുമെല്ലാം നമ്മൾ കണ്ടു. പക്ഷെ ഇത് പോലീസിന്റെ വളരെ കൃത്യപരമായിട്ടുള്ള ഇടപെടലിന്റെ ഭാഗമായി അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യുവാനും റിമാൻഡ് ചെയ്യാനും കഴിഞ്ഞു. അദ്ദേഹത്തിന്റെ അഭിഭാഷകൻ എന്ന് പറഞ്ഞ ചില വാചകങ്ങളൊക്കെ ഉണ്ട്. അതെല്ലാം നിയമവ്യവസ്ഥയെ തന്നെ വെല്ലുവിളിക്കുന്ന തരത്തിലാണ്. സ്വന്തം കക്ഷിക്ക് വേണ്ടി പറയാം, പക്ഷേ നിയമത്തിന് അതീതമായിട്ട് പറഞ്ഞ കാര്യങ്ങളെല്ലാം നമ്മുടെ മുന്നിലുണ്ട്. ഏതായാലും കേരളത്തിന്റെ പോലീസ് സ്ത്രീ സുരക്ഷ ഉറപ്പുവരുത്തും. സ്ത്രീകൾക്കെതിരായിട്ടുള്ള അതിക്രമത്തെ ഗംഭീരമായിട്ട് നേരിടും. ഒരു സ്ത്രീക്കും ഇനി ഇത്തരത്തിലുള്ള സമാനമായിട്ടുള്ള സാഹചര്യം ഉണ്ടാകാതെ നോക്കാൻ പ്രതിജ്ഞാബദ്ധമായിട്ടുള്ള സർക്കാർ തന്നെയാണ് കേരളത്തിലെ LDF സർക്കാർ. സഖാവ് പിണറായി വിജയന്റെ അടുത്ത് പരാതി അയച്ച മുഴുവൻ ആളുകൾക്കും നീതി ഉറപ്പുവരുത്തുന്ന ഇടപെടൽ നടത്തിയിട്ടുണ്ട്. അതുമായിട്ട് തന്നെ മുന്നോട്ട് പോകും. ശരി, സ്ത്രീ സുരക്ഷയുടെ കാര്യത്തിൽ സർക്കാർ ഇങ്ങനെ നിലപാടെടുത്ത് മുന്നോട്ട് പോകുമ്പോൾ MLA തന്നെ അകത്ത് കിടക്കുന്ന അവസ്ഥയുണ്ടാകുമ്പോൾ ഇവിടെ കോൺഗ്രസിന്റെ നിലപാട് നിജേഷ് അരവിന്ദിന്റെ മനസ്സിൽ മറ്റൊന്നാണെങ്കിലും നേതാക്കൾ സമ്മതിക്കാത്ത, കോൺഗ്രസ് അങ്ങനെ ഒരു തീരുമാനമെടുക്കാത്ത, MLA രാജിവെക്കണം എന്ന് പറയിപ്പിക്കാത്ത, നിജേഷിനെ കൊണ്ട് പറയിപ്പിക്കാത്ത ആ ഒരു സാഹചര്യം എന്താണെന്ന് കോൺഗ്രസിന് എപ്പോൾ പറയാനാകും? ഇല്ലെങ്കിൽ ജനങ്ങളത് സ്വയം മനസ്സിലാക്കുമോ? ന്യൂസ് ആൻഡ് വ്യൂസ് അവസാനിക്കുകയാണ്.